السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നൂഞ്ചേരിയിലെ ജുമാ മസ്ജിദിലെ ഖതീബും മുദരിസും കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അഷ്റഫ് അൽ ഖാസിമി അവർകളെ, നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് കബീർ ഫൈസി, മൊയ്തോ മക്കിയാട്, കരീം ചലേരി തുടങ്ങി വേദിയിലും സദസ്സിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവരെയും നിന്റെ സ്വർഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തിത്തരണേ തമ്പുരാനെ. ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇത്തരം നല്ല സന്ദർഭങ്ങളിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മഹത്തായ പള്ളി ദർസിനെ പരിപോഷിപ്പിക്കുന്നവരും ഈ പള്ളി ദർസിനെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ട പ്രതിഫലം രണ്ട് വീട്ടിലും നൽകുമാറാവട്ടെ. ഇവിടെ വെച്ചിരിക്കുന്ന പ്രമേയം തന്നെ പള്ളി ദർസുകൾ മരിക്കരുത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ എന്നോട് പറഞ്ഞ വിഷയമോ സംസ്കാരം കൈവിടിയുന്നുവോ എന്നത്. രണ്ടും ഒരേ അർത്ഥത്തിലും അളവിലുമുള്ള പ്രമേയം തന്നെയാണെങ്കിലും നമ്മളതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചർച്ചയും പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇത്തരമൊരു സന്ദേശവും നമ്മുടെ പ്രിയപ്പെട്ട ഹിദായത്തു ത്വലബ ദർസ് സമാജത്തിൻ്റെ പ്രവർത്തകർ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ, ഹയാത്ത് തന്നെ വിശുദ്ധ ദീനിനെ കുറിച്ച് നാം നേടുന്ന, സമൂഹം നേടുന്ന വിജ്ഞാനത്തിലാണ് കുടികൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടു കാര്യമാണ്: തൗഹീദിന്റെയും റിസാലത്തിന്റെയും പ്രബോധനം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അതോടെ പരിശുദ്ധ ഹബീബിൽ വിശ്വസിക്കുകയും ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റിസാലത്തും തൗഹീദും, അതിലപ്പുറം മറ്റൊന്നും നമുക്ക് ഡ്യൂട്ടിയില്ല. ജീവിതത്തിൽ അത് പകർത്തുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ഏകദൈവ വിശ്വാസം ഈ സമൂഹത്തിന് പഠിപ്പിക്കുക, അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് എന്തൊക്കെ നിർദ്ദേശം തന്നോ അത് സമൂഹത്തിലേക്ക് എത്തിക്കുക.
അപ്പോഴാണ് സംസ്കാര സമ്പന്നമായ ഒരു തലമുറ വാർത്തെടുക്കപ്പെടുന്നത്. ആ തലമുറയുടെ വാർപ്പ് പ്രക്രിയയിൽ പള്ളി ദർസിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ കർമ്മത്തിന് പ്രാപ്തനാക്കുന്നത് ഇൽമാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഈ ഭൂമുഖത്ത് മനുഷ്യന്റെ ഡ്യൂട്ടിയെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് പടച്ച റബ്ബ് പഠിപ്പിച്ചത്, അള്ളാഹു സാക്ഷി നിർത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിന് ആരെയാണ് എന്ന പദത്തിലൂടെ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ലോകത്ത് ആരാധ്യനില്ല എന്നതിന് പടച്ച റബ്ബ് തന്നെ സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ആരംഭിക്കുന്നത് ഷഹിദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഏകത്വമാകുന്ന അള്ളാഹു എന്ന ആ സംവിധാനം ചെയ്ത മഹാവ്യക്തിത്വം, അതല്ലെങ്കിൽ അദൃശ്യമായ ആ മഹാശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ മഹിതമായ ശക്തി ഏകമാണെന്നതിന്റെ കൃത്യമായ സാക്ഷിത്വമാരാണ്. ഷഹിദല്ലാഹ്, അള്ളാഹു തന്നെയാണ് പടച്ച റബ്ബിന്റെ ഏകത്വത്തിന്റെ സാക്ഷി. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. രണ്ടാമത്തെ സാക്ഷി മലക്കുകളാണ്. അള്ളാഹുവിന്റെ ഭൂമുഖത്തുള്ള മനുഷ്യർ മനസ്സിലാക്കണം, മനുഷ്യരോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തിന് പടച്ച റബ്ബ് സാക്ഷിയാണ്. പടച്ച റബ്ബ് ഏകനാണെന്നതിന് അള്ളാഹുവിന്റെ ശേഷം മലക്കുകൾ സാക്ഷിയാണ്. പിന്നെ മൂന്നാമത്തെ സാക്ഷി ആരാവ? ഉലുൽ ഇൽമ്, ഇൽമുള്ളവർ. അള്ളാഹുവിന്റെ ഏകത്വം വിശ്വസിക്കലാണ് നമ്മുടെ കടമയെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. മലക്കുകളാണ് അതിന്റെ ഒന്നാം സാക്ഷിയെങ്കിൽ ആ മലക്കുകളെയും നമ്മൾ കാണുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ ഏകത്വമാണ് നമ്മൾ വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ തൗഹീദിന്റെ ഘടകമെങ്കിൽ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഡ്യൂട്ടിയെങ്കിൽ അതിന്റെ ഒരു സാക്ഷിയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. കണ്ട സാക്ഷിയാണ്, നമ്മളൊക്കെ കാണുന്ന സാക്ഷിയാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളാണ് പടച്ച റബ്ബിന്റെ ഏകത്വത്തിന്റെ സാക്ഷി. അള്ളാഹു ഏകനാണെന്നതിന് സാധാരണക്കാർക്ക് ഒരു സാക്ഷിയേ ഉള്ളൂ. അതാരാ? അള്ളാഹു സാക്ഷിയാണ്. നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണുന്നില്ല, വിശ്വസിക്കുകയാണ്. മലക്കുകളെയും അങ്ങനെ തന്നെ. നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു സാക്ഷി ആരാണ്? മനുഷ്യരിൽപ്പെട്ട പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ തൗഹീദാണ് ഒരു മനുഷ്യൻ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ജോലിയെങ്കിൽ അതിന്റെ സാക്ഷി നമ്മുടെ കൂടെ ഉണ്ടാരാ? ആലിമീങ്ങൾ, ഉലമാ. രണ്ടാമത്തെ റിസാലത്താണെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലസ്ത മുർസലാ, നബിയെ നിങ്ങൾ പ്രവാചകൻ അല്ല എന്ന് ജനങ്ങളൊക്കെ പറയുന്നു, അഥവാ നിഷേധികൾ പറയുന്നു. വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറയുന്നു, നബിയെ നിങ്ങൾ റസൂലല്ല, പ്രവാചകനല്ല. ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനകും വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. നിങ്ങൾ അവരോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നബിയെ. നിങ്ങൾ അവരോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾക്കും എനിക്കുമിടയിൽ അള്ളാഹു ഏകനാണെന്നതിന്റെ സാക്ഷി കഫാ ബില്ലാഹ്, അല്ലാഹ് മതി, അള്ളാഹു മതി, പടച്ച റബ്ബാണതിന്റെ സാക്ഷി. ഞാൻ പ്രവാചകനാണെന്നതിന്റെ പടച്ച റബ്ബ് സാക്ഷിയാണ്. പിന്നെയുള്ള രണ്ടാമത്തെ സാക്ഷിയാരാ? റിസാലത്തിന്റെ സാക്ഷി വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. പരിശുദ്ധ ഖുർആന്റെ ശൈലി നോക്ക്, വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കിതാബിൽ ഇൽമുള്ള പണ്ഡിതനാണ് റിസാലത്തിന്റെ പ്രധാനപ്പെട്ട സാക്ഷി. അപ്പൊ തൗഹീദിന്റെ സാക്ഷിയും റിസാലത്തിന്റെ സാക്ഷിയും പണ്ഡിതൻ തന്നെ. ഭൂമിയിൽ ഒരു മനുഷ്യനെ നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട തൗഹീദ് മുറുകെ പിടിക്കുക, റിസാലത്ത് പ്രചരിപ്പിക്കുക. അള്ളാഹു ഈ ഭൂമിയിൽ എങ്ങനെ നടക്കാൻ പറഞ്ഞോ അതുപോലെ നടക്കുക, പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് പാലിക്കപ്പെടാൻ സംസ്കാരം ഉണ്ടാവുന്നത്. അതാണ് സംസ്കാരം, അതാണ് സംസ്കാരത്തിന്റെ അടിത്തറ. സംസ്കാരം നഷ്ടപ്പെടുന്നുവോ എന്ന ചോദ്യം അവിടെ നിന്ന് തുടങ്ങണം. ഇൽമിന്റെ അടിത്തറയില്ലെങ്കിൽ പിന്നെ ഈ സമൂഹത്തിൽ സംസ്കാരം ഉണ്ടാകും. എന്താ സംസ്കാരം എന്ന് പറയുന്ന സംഗതി? സംസ്കാരത്തിന് സാധാരണ ഭാഷയിൽ പറയാം കൾച്ചർ എന്നാണ്. എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറയുന്ന സംഗതി എന്താ? കൾച്ചർ എന്ന് പറയുന്ന സംഗതി എന്താണ്? കൾച്ചർ എന്ന് പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ മനോഹരമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, എൻലൈറ്റഡ് സ്റ്റേജ് ഓഫ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. എൻലൈറ്റഡ് സ്റ്റേജ്, ഒരു ശോഭായമാനമായ അവസ്ഥ, നല്ല ഒരവസ്ഥ. എങ്ങനത്തെ? മൈൻഡും സ്പിരിറ്റും. മൈൻഡ് നന്നാകുമ്പോൾ പ്രവർത്തനം നന്നാവും. നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തയുണ്ടാകും, അപ്പൊ നല്ല പ്രവർത്തനം ഉണ്ടാവും.
ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ സ്വാധീനം ചെലുത്തുന്നവന്റെ കൽബാണ്. കൽബിൽ നല്ല ചിന്ത വരുമ്പോൾ, നല്ല ഹൃദയമുണ്ടാകുമ്പോൾ നല്ല ചിന്ത വരും. നല്ല ചിന്ത വരുമ്പോൾ നല്ല പ്രവർത്തനം വരും. ആ നല്ല പ്രവർത്തനങ്ങൾക്കാണ് സംസ്കാരമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് എലിവേറ്റഡ് സ്റ്റേജ് ഓഫ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അത് തന്നെയാണ് ദീൻ. അദ്ദീനു, ദീൻ എന്നാൽ എന്താ? മജ്മൂഉൽ അഅ്മാലി സ്വാലിഹത്തി വൽ അഖ്ലാഖിൽ ഹസന. മജ്മൂഉൽ അഅ്മാലി സ്വാലിഹത്തി വൽ അഖ്ലാഖിൽ ഹസന. നല്ല സ്വഭാവത്തിന്റെയും നല്ല, നോക്കൂ നിങ്ങൾ, മജ്മൂഉൽ അഅ്മാലി സ്വാലിഹത്തി വൽ അഖ്ലാഖിൽ ഹസന, നല്ല പ്രവർത്തനം, നല്ല സ്വഭാവം, നല്ല സ്വഭാവം, നല്ല പ്രവർത്തനം, അതിന്റെ ഒരു സമുച്ചയം. അതാണ് ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ ദീനാണ്. സംസ്കാരമാണ് ദീന്, ദീനാണ് സംസ്കാരം. രണ്ടും രണ്ടല്ല. അപ്പൊ സംസ്കാരമുള്ള പ്രവർത്തനമാണ് ശരിക്കും ദീൻ. ദീനാണ് സംസ്കാരം. കാരണം എന്തുകൊണ്ട്? ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് നാണമില്ലെങ്കിൽ തോന്നിയതുപോലെ നടക്കാം. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു കിതാബിൽ എഴുതി വായിക്കേണ്ടി വരുമെന്നൊരു ചിന്ത നിനക്കുണ്ടോ? ആ ഒരു ചിന്ത നിന്റെ കൈവശമുണ്ടെങ്കിൽ ഉറപ്പാ നീ ചെയ്യുന്ന പ്രവർത്തനത്തിനൊരു സൂക്ഷ്മത ഉണ്ടാവും. അപ്പൊ നീ മനുഷ്യനാകും, നിനക്കൊരു സംസ്കാരം ഉണ്ടാകും. അതാണ് ശരിക്കും സംസ്കാരത്തിന്റെ അടിത്തറ. അപ്പൊ ഈ സംസ്കാരത്തിന്റെ ആണിവേരെന്ന് പറയുന്നത് മതബോധമാണ്, പടച്ച റബ്ബിനെ പേടിയാണ്, ഖൗഫാണ്. ഇത് ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്തി മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് അവന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞാൽ തിരിയുന്ന കോലത്തിനാണ് പടച്ച റബ്ബ് നമ്മളെ പടച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു സ്വഭാവവും കൂടി ഉണ്ടാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തന രീതി പ്രത്യേകത ഉള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വ്യതിരിക്തനാണ് മനുഷ്യൻ. എന്താണ് വ്യതിരിക്തത? ലേശം തെറ്റിച്ചു കണ്ണുക്ക് വല്ല ബുദ്ധുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. വ്യതിരിക്തത എന്ന് പറയുന്നതിന്റെ പ്രധാനം എന്താ? അള്ളാഹു ഈ ഭൂമുഖത്ത് മലക്കുകളെ പടച്ചു, മൃഗങ്ങളെ പടച്ചു, മനുഷ്യനെ പടച്ചു. അള്ളാഹു ഈ ഭൂമുഖത്ത് ഈ 3 ജീവജാലങ്ങളെ പഠിച്ചിരിക്കുന്ന രീതി നോക്ക് നിങ്ങൾ. റക്കബല്ലാഹുൽ മലായികത്ത, മലക്കുകളെ പടച്ച റബ്ബ് എങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിന്റെ പ്രാധാന്യം ഞാൻ പറയാം. അള്ളാഹു മലക്കുകളെ സംവിധാനിച്ചിരിക്കുന്നത് ബി അഖ്ലിൻ ബിലാ ഷഹ്വത്തിൻ. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ഷഹ്വത്തില്ല. അവർക്ക് വിവേകമുണ്ട്, വികാരമില്ല. അതുകൊണ്ട് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്ബോധനത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ? അവർ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഒരു അപകടം ഉണ്ടാക്കില്ല. അവർ ശരിക്കും വിവേകപൂർണമായ പ്രവർത്തനം നടത്തും. യഫ്അലൂന മാ യുമറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും എന്നൊക്കെ കിതാബ് പറയാൻ കാരണം എന്താ? കാരണം അവർക്ക് എതിര് ചെയ്യാൻ കഴിയില്ല. അവർക്ക് എതിര് ചെയ്യാൻ കഴിയില്ല. അവർക്ക് എതിര് ചെയ്യാൻ കഴിയാതിരിക്കാൻ കാരണം എന്താ? അവർക്ക് വികാരമില്ല. വൈകാരികതയില്ലാത്തൊരു സമൂഹത്തിന് പടച്ചറപ്പിനെ എതിര് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അവരെപ്പോഴും നന്മ ചെയ്യും. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു ഭയപ്പാടും നമുക്ക് പരലോകത്ത് വേണ്ട. പടച്ചറപ്പിന്റെ രക്ഷപ്പെട്ട വിഭാഗമാണവർ. രണ്ടാമത്തെ മൃഗങ്ങളാണ്. റക്കബല്ലാഹുൽ ബഹായിമ ബിശഹ്വത്തിൻ ബിലാ അഖ്ലിൻ. മൃഗങ്ങളെ പടച്ചറപ്പ് സംവിധാനിച്ചിരിക്കുന്ന നല്ല വികാരമുണ്ട് മൃഗങ്ങൾക്ക്, അഖലില്ല, ബുദ്ധിയില്ല. ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ തീരെ തൻ്റെ ഇടമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഭക്ഷണം കണ്ടാൽ തിരിച്ചറിയും, അടിച്ചവനെ തിരിച്ചറിയും, ചില സൂചനകളൊക്കെ മൃഗങ്ങൾ മനസ്സിലാകും. പക്ഷേ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ പോയൊന്ന് വിവേക ബുദ്ധിയാണ്. ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ അത് ഹറാമോ ഹലാലോ എന്നൊന്നും മൃഗത്തിനറിയില്ല. എൻ്റെ യജമാനന്റെ തോട്ടമാണോ അന്യൻ്റെതാണോ എന്നറിയില്ല. ഭോഗിക്കണമെന്ന് തോന്നിയാൽ ഇണയാണോ ഇണയല്ലയോ എന്നൊന്നും അറിയില്ല, കണ്ടവന്റെ മേക്കിട്ട് കയറും. ഇതാണ് മൃഗത്തിന്റെ പ്രത്യേകത. മൃഗവും മനുഷ്യനും തമ്മിലെ വ്യത്യാസം. മൃഗത്തിന് വിവേകമില്ല, വികാരമുണ്ട്. എന്നാൽ മനുഷ്യനോ? മലക്കുകൾക്ക് വികാരമില്ല, വിവേകമുണ്ട്. മൃഗങ്ങൾക്ക് വിവേകമില്ല, വികാരമുണ്ട്. മനുഷ്യരോ റക്കബല്ലാഹു ബന ആദമ, ആദം സന്തതികളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് കിലൈഹിമ, രണ്ടും കൊടുത്തിട്ടാണ്. നമ്മൾക്ക് അള്ളാഹു തന്നിരിക്കുന്നത് വിവേകവുമാണ്, അതുപോലെ തന്നെ വികാരവും, രണ്ടും ഉണ്ട്. നമ്മിൽ മൃഗത്തിന്റെ സ്വഭാവമുണ്ട്, മലക്കുകളുടെ സ്വഭാവമുണ്ട്. എന്നിട്ട് പടച്ച റബ്ബ് കൃത്യമായി ഈ സമൂഹത്തെ പ്രവാചകരിലൂടെ പഠിപ്പിച്ചു, ബോധനം നൽകി. ഫമൻ ഒലബത്ത് ഷഹ്വത്തുഹു അലാ അഖ്ലിഹി, ഫമൻ ഒലബത്ത് ഷഹ്വത്തുഹു അലാ അഖ്ലിഹി.
ഒരാളുടെ വൈകാരികത അവന്റെ ബുദ്ധിയെ മറികടന്ന് മുന്നോട്ട് പോയാൽ, വികാരം ജയിച്ച് വിവേകം തോറ്റുപോയാൽ ഫൗവ ശർറു മിനൽ മലായിക, മലക്കിനേക്കാൾ താഴെ പോകുവാൻ. അവൻ മലക്കിനേക്കാൾ താഴെ പോകും, ഏറ്റവും വൃത്തികെട്ടവനാകും, അവൻ ഒന്നിനും കൊള്ളാത്തവനാകും. ثم رددناه أسفل سافلين. നേരെ മറിച്ച് ഫമൻ ഒലബ അക്ലുഹു അലാ ശഹവതിഹി, ഫമൻ ഒലബ അക്ലുഹു അലാ ശഹവതിഹി, ഒരു മനുഷ്യന്റെ ബുദ്ധി വികാരത്തെ മറികടന്നു എന്ന് പറഞ്ഞാൽ വികാരം അടക്കിയിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ പറ്റി. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയാൽ ഫൗവ ഖൈറും മിനൽ മലായിക, മലക്കിന്റെ മുകളിലേക്ക് പോകും. അപ്പോൾ മനുഷ്യൻ മലക്കിന്റെ മുകളിലേക്കോ മൃഗത്തെക്കാൾ താഴേലേക്കോ പോവാ. ഈ ഒരു അവസ്ഥക്ക് കാരണം അവന്റെ ബുദ്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇവൻ ഈ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നിലനിർത്താൻ ചില പാഠങ്ങൾ അവനെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്ത് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഭൂമുഖത്ത് മനുഷ്യൻ പഠിച്ചിരിക്കണം. അതാണ് ശർഈയായ ഇൽമ്. ആ ഇൽമ് പഠിക്കൽ അവന് നിർബന്ധമാണ്. വേറെയുള്ള ഇൽമ് അവൻ പഠിക്കട്ടെ, പഠിക്കാതിരിക്കട്ടെ, ശാസ്ത്രമോ സയൻസോ മറ്റു കാര്യങ്ങളോ പഠിച്ചുകൊള്ളട്ടെ. പക്ഷെ പടച്ച റബ്ബ് നാളെ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർദ് ഐനായ ചില ഇൽമുകളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ചില ഇൽമുകളുടെ പഠിച്ചേ തീരൂ. ആ ധാർമ്മികമായ ബോധനം ഒരു കുട്ടിക്ക് ഇന്ന് നമ്മൾ നൽകുന്നത് കേവലം ഒരു മദ്രസ തലത്തിൽ മാത്രമാണ്. നേരെ മറിച്ച് ഈ ഉമ്മത്തിന് ഇത് നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലം പ്രവർത്തിച്ചു. പരിശുദ്ധ പ്രവാചകർ പരിശുദ്ധ മദീനയിൽ ചെന്ന ശേഷം അവിടെ ഒരു ദർസ് സ്ഥാപിച്ചു. ആ ദർസിലൂടെ ഈ സമൂഹത്തിന് ശർഈയായ ഇൽമു പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്നവന് ഈ സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിത്തറ മുഴുവൻ കിടക്കുന്ന അവിടെയാണ്. ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത് പള്ളി ദർസിൽ ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ഉണ്ടാവും. മുദരിസ് മുതഅല്ലിമീങ്ങളെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാട്. അങ്ങനെ കുട്ടിക്ക് സംശയമുള്ളത് ചോദിക്കുവാനും അവനെ തർബീത് ചെയ്യുവാനും അതിലൂടെ ഈ ഉമ്മത്തിലേക്ക് ദീൻ പ്രചരിപ്പിക്കുവാനും. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര മനോഹരമായിട്ട് ദീൻ നിലനിൽക്കാൻ എന്താ കാരണം? പള്ളി ദർസാണ്. നേരത്തെ PBK മുസാ പറഞ്ഞില്ല, അറബി കോളേജ് വന്നത് 1960-കൾക്ക് ശേഷമാണ്. അതിന്റെ മുമ്പ് ഇവിടെ ദീനില്ലേ? സർ വില്ല് ലോകം മലബാറിൽ വന്നുകൊണ്ട് മലബാർ മാനിൽ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ പൊന്നാനി ചുറ്റുവട്ടത്ത് പള്ളികളിൽ 27 ദർസ് കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ദർസിലാണ് സംസ്കാരം വളർന്നു വരുന്നത്. ഇസ്ലാമിന്റെ സംസ്കാരം വളർന്നു വരുന്ന പള്ളി ദർസ്. ആ പള്ളി ദർസിനെ കണ്ടു. ഇബ്നു ബത്തൂത്ത വന്നപ്പോൾ മാടായി പള്ളിയിലെ ദർസ് കണ്ടു, അവിടുത്തെ കുട്ടികളുമായി ഭക്ഷണം കഴിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇബ്നു ബത്തൂത്ത തന്റെ സഞ്ചാര കഥകളിൽ. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഉള്ള ഏർപ്പാടാണ് ഈ പള്ളി ദർസ് എന്ന് പറയുന്നത്. അതെവിടുന്ന് പറിച്ചു നട്ടതാ? പരിശുദ്ധ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ദർസിൽ നിന്ന്. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്, ഇൽമിന്റെ അസാസു ഇൽമിദ്ദീനി ദർസു മസാജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അഅലാമു. എത്ര മനോഹരമായിട്ടാണ് ആ സംഗതി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അസാസ് എന്ന് പറയുന്നത് പള്ളി ദർസുകളാണ്. പള്ളി ദർസാകുന്നു ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിന്റെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സമൂഹത്തിന്റെ പുരോഗതി മുഴുവൻ കുടികൊള്ളുന്നത് അതുകൊണ്ടാണ്. വതമാമു, അതിന്റെ പൂർണ്ണതയും അതിലാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിപൂർണത ഉൾക്കൊള്ളുവാൻ ഒരു പള്ളി ദർസിലെ കുട്ടിക്കേ കഴിയൂ. അവന്റെ വേഷം, അവന്റെ പ്രവർത്തനം, അവന്റെ ഇൽമ, അവന്റെ പെരുമാറ്റം അത് കൃത്യമായി പരിശോധിച്ചാൽ ദീനുണ്ടെന്ന് ശരിക്ക് ബോധ്യപ്പെടും. അതെവിടുന്ന് കിട്ടി? ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അഅലാമു. അതെവിടുന്ന് കിട്ടിയെന്ന ചോദ്യത്തിന്റെ മറുപടിയാണത്. ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി, അള്ളാഹുവിന്റെ തിരുദൂതർ മദീനത്തെ പള്ളിയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് പഠിപ്പിച്ച അഹ്ലു സുഫയുടെ പാരമ്പര്യമാണത്. മഖ്ദൂമീങ്ങളാണ് പിന്നെ അത് ഏറ്റുപിടിച്ചത്.
ആ മഖ്ദൂമിങ്ങളെ പള്ളി ദർസിന്റെ പാരമ്പര്യമാണ്. പിന്നെ കൊച്ചു കേരളത്തിലെ പള്ളി ദർസുകൾ മഖ്ദൂമിന്റെ വിളക്കത്തിരുന്നു കൊണ്ടുള്ള സനതുണ്ടല്ലോ, അൽ ഇൽമു നൂറുൻ എന്ന് പറയുന്ന ഇൽമു പ്രകാശമാണ്. ആ പ്രകാശം അവിടെ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് ചെറിയ കൈത്തിരിയുമായി മഖ്ദൂമിന്റെ വലിയ പള്ളിയിലെ കൈത്തിരിയിൽ നിന്നും ഒരു വിളക്കത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായൊരു സനദ്, ഒരു ഷഹാദ നേടിക്കൊണ്ട് വന്നുകൊണ്ട് പള്ളി ദർസുകൾ സ്ഥാപിച്ചു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനി സമൂഹത്തിലൊക്കെ വ്യാപിപ്പിക്കാൻ സംവിധാനം ഒരുങ്ങിയത്. ആ ആലിമീങ്ങൾ ചെയ്ത പ്രവർത്തനമാണ് ദീനിന്റെ വളർച്ച. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ഖിവാമുദ്ദുനിയാ ബി അർബഅത്തി അഷ്യാ. ലോകം നിലനിൽക്കുന്നത് 4 തൂണുകളിലാണ്, 4 പ്രധാനപ്പെട്ട ഘടകങ്ങളിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. ഖിവാമുദ്ദുനിയാ ബി അർബഅത്തി അഷ്യാ. ലോകത്തിന്റെ നിലനിൽപ്പ് 4 ഘടകങ്ങളിലാണ്. അതിൽ ഒന്ന് നബി തങ്ങൾ എണ്ണിയത് അവ്വലുഹാ ബി ഇൽമിൽ ഉലമാ. ഒന്നാമത്തേത് ആലിമിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആലിമിന്റെ ഇൽമില്ലെങ്കിൽ ലോകത്ത് ദീൻ നിലനിൽക്കില്ല. കാരണം എന്താ? ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും സമൂഹത്തിന് അത് പകർന്നു കൊടുക്കാനും കെൽപ്പുള്ള ഒരാളില്ലെങ്കിൽ ജനസമൂഹം കണ്ടതൊക്കെ ദീനാക്കും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം വളരും, വൃത്തികേട് വളരും, സമൂഹത്തെ നയിക്കാൻ ആളില്ലാത്ത ഗതി വരും. അവ്വലുഹാ ബി ഇൽമിൽ ഉലമാ. രണ്ടാമത്തേത് ബി സഖാവത്തിൽ അഗ്നിയാ. സമ്പന്നന്റെ ഔദാര്യം വേണം. പള്ളി ദർസ് നടക്കണമെങ്കിൽ ഭൗതിക സൗകര്യം വേണം. നിങ്ങൾ പണം കൊടുക്കണം. നിങ്ങൾ പള്ളിയിൽ വേണ്ട ഭക്ഷണത്തിന് സംവിധാനം ഒരുക്കണം. മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുക്കണം, കിതാബ് കൊടുക്കണം, അധ്വാനിക്കണം. ദീന് നിലനിൽക്കണമെങ്കിൽ സമ്പന്നന്റെ സഹായമില്ലാതെ ദീന് നിലനിൽക്കൂല. സമ്പന്നന്റെ സഹായമില്ലെങ്കിൽ ദീന് നിലനിൽക്കില്ല. മൂന്നാമത്തേത് അദിലിൽ ഉമറാ. നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ നീതിപൂർവം പെരുമാറണം. മഹലിന്റെ ഭാരവാഹികളാണെങ്കിലും നാടിന്റെ നായകന്മാരാണെങ്കിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അധികാരം കയ്യിലുള്ളവൻ നീതി പ്രവർത്തിച്ചാലേ ലോകം നിലനിൽക്കൂ. അധികാരം കയ്യിലുള്ളവൻ അക്രമം കാണിക്കാൻ തിരിഞ്ഞാൽ ലോകം നശിക്കും. ജനങ്ങൾ എതിരാകും, പ്രശ്നമുണ്ടാകും, കലാപഭൂമിയാകും, ജനങ്ങൾ മരിച്ചൊടുക്കും. നാലാമത്തേത് ബിദ്അവത്തിൽ ഫുഖറാ. പാവപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പള്ളി ദർസ് ഇവിടെ നിലനിർത്താൻ ആവശ്യമായ ഘടകമാണ് ബാക്കിയുള്ളതൊക്കെ. ഇൽമ് നിലനിർത്താൻ ആവശ്യമായതാണ് ബാക്കിയുള്ളതൊക്കെ. പള്ളി ദർസ് ഇവിടെ മര്യാദക്ക് നിലനിൽക്കണോ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു അകമഴിഞ്ഞ് സംഭാവന നൽകാൻ കെൽപ്പുള്ള ആളുകൾ തന്നിട്ടുണ്ടാവും. അവർ നല്ല നിലക്ക് അതിന് വേണ്ടതൊക്കെ പണം കൊണ്ട് സഹായിക്കണം. പള്ളിയുടെ ഭാരവാഹി സ്ഥാനത്തും നേതൃരംഗത്തും വരുന്ന ആളുകൾ നീതിപൂർവ്വം പെരുമാറണം. ആലിമാണ്, പള്ളി ദർസാണ്, ഇൽമാണെന്നൊരു ബോധത്തോടു കൂടി പെരുമാറണം. എന്നതുപോലെ തന്നെ ഇവിടെ ഒന്നും പള്ളി ദർശനം വേണ്ടി ചെയ്യാൻ കഴിയാത്ത സാധുക്കൾ അവർ ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയുന്ന ദ്വാരക്കണം പടച്ച റബ്ബിനോട്. അല്ലാഹുവേ പള്ളി ദർശനം നല്ല നിലക്ക് നിലനിർത്തണേ എന്ന് പടച്ചവനോട് തേടണം. അത് നാടിന് ഏറ്റവും വലിയൊരു ബർക്കത്താ. ഇൽമു വലിയൊരു ബർക്കത്താ. കുറച്ച് മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ വെച്ച് ഈ ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ ഫിഖ് പഠിക്കുകയും ഹദീസ് പഠിക്കുകയും ഇസ്ലാമിന്റെ ഭാഷാശാസ്ത്രങ്ങളും മറ്റു മണ്ഡലങ്ങളും ഒക്കെ പഠിക്കുകയും ചെയ്യുമ്പോൾ നാളെ ദീൻ പ്രബോധനം ചെയ്യാൻ ഒരു വലിയ തലമുറയെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവർ ദുന്യാവിന്റെ ഏത് മൂലയിൽ പോയിട്ട് ഒരു പള്ളിയിൽ ഇമാമത്ത് എന്നാലും മദ്രസയിൽ പഠിപ്പിച്ചാലും വലിയൊരു മുദരിസായി മാറിയാലും ആരാണെങ്കിലും വലിമൻ അല്ലാഹുവേ പഠിക്കാനും പഠിപ്പിക്കാനും എന്നെ സഹായിച്ചവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വലിമൻ ഞങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും സഹായിച്ചവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ എന്നോ പുറത്തു കൊടുക്കണോ എന്നോ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിലും മരിച്ചവർക്ക് ഖബറിലും ചാരിയായ സ്വതക്ക പോലെ അത് കിട്ടും. സ്വന്തം മകൻ പോലും നിങ്ങൾക്ക് ചെയ്തു തരാത്ത ഗുണം ഈ മുതഅല്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പള്ളി ദർസിൽ വന്ന് നോക്കി എല്ലാ ദിവസവും രാത്രി ഇവർ ഏത് രീതിയിലാണെങ്കിലും മനോഹരമായിട്ടൊരു കവിത ചൊല്ലിക്കൊണ്ടാണ് ദർസ് തുടങ്ങുന്നത്. ഈ ദർസിനെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുമതിൽ, ഈ ദർസിനെ സഹായിച്ചവർക്ക് ഖൈർ കൊടുക്കണേ എന്ന് പറയുമതിൽ ബക്കറ്റ് കൊണ്ട് പ്രവർത്തകർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. കൈയയച്ച് സഹായിച്ചോ. അള്ളാഹു ഇതിനു വേണ്ടി പണം കൊടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുത്തന്റെ പോലും കൈ നീട്ടേണ്ട ഗതി വരുത്താതിരിക്കുമാറാവട്ടെ. ആ നിയ്യത്തിന് കൊടുത്തോ നല്ല നിലക്ക് നല്ലോണം വായിക്കൊള്ളി. കാരണം എന്താ വെച്ചാൽ ദർസിന്റെ സംഭാവന കൊടുത്താൽ ഇത് അവസാനത്തെ ദിവസം നിൽക്കുന്ന നാളില്ലല്ലോ, ഇല്ല.
ഇന്നങ്ങ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ പള്ളി ദർസിനോടൊരു സ്നേഹമായി. ഇന്നലെ ഒരാൾ ഒരു സ്വർണം തന്നിട്ടുണ്ട് ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി ആ സഹോദരി ചെയ്ത സംഭാവന കബൂലാക്കുമാറാവട്ടെ. സ്വർഗീയമായ ആഭരണം അള്ളാഹു അവർക്ക് കൊടുക്കുമാറാവട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞോളൂ. ഒരാൾക്ക് കിട്ടണമെങ്കിൽ മുടക്കണ്ട, നിങ്ങൾ കൊടുക്കണില്ലെങ്കിൽ ആമീൻ പറഞ്ഞ ആൾക്ക് കിട്ടിക്കോളൂല്ലോ, അത് മുടക്കണ്ട, ചെലവൊന്നുമില്ലല്ലോ. ആ ദാഇ വൽ മുഅമ്മിനു ശരീക്കാനീന, ദ്വാരക്കുന്ന ആളും ആമീൻ പറയുന്ന ആളും തുല്യാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. ഒന്ന് ചൈതന്യമാണ് സാസരെ, വല്ലാതെ നീട്ടിയൊന്നും പറയുന്നില്ല, കാര്യം ബോധ്യപ്പെട്ടാൽ മതിയല്ലോ. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഈ പള്ളി ദർസിന് വേണ്ടി വല്ല സഹായം ചെയ്താൽ ഉറപ്പാ ഇൽമിന് സഹായിക്കുന്ന അത്ര പുണ്യം വേറെ ഒന്നിനുമില്ല. കാരണം ഈ ലോകത്തെ തന്നെ പടച്ചറപ്പ് പടച്ചിരിക്കുന്നത് ഈ ഒരു ബേസിലാണെന്ന് ആയത്ത് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത് വമിനൽ അർദി മിത്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഈ ഒറ്റ ആയത്തും അതിന്റെ തഫ്സീറും ഒന്ന് പഠിച്ചാൽ മതി. ഈ ഒരായത്തും അതിന്റെ തഫ്സീറും ഒന്ന് ചിന്തിച്ചാൽ മതി. ഇരിക്കുന്നവർ കൃത്യമായി ബോധിക്കണം. അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച ഇതിന്റെ വ്യാഖ്യാനമുണ്ടല്ലോ. പടച്ച റബ്ബ് പറഞ്ഞ ആയത്തെന്താ? അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. ആണും പെണ്ണും പ്രായമായവരും കുട്ടികളും ഒക്കെ ശ്രദ്ധിക്കണം. പടച്ച റബ്ബ് 7 ആകാശം പടച്ചു. 7 ആകാശം പടച്ച റബ്ബ് സംവിധാനിച്ചു. വമിനൽ അർദി മിത്ലഹുൻ, അതുപോലെ തന്നെ 7 ഭൂമിയും പടച്ച റബ്ബ് പടച്ചു. 7 ആകാശവും 7 ഭൂമിയും ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ പടച്ച റബ്ബ് പടച്ചു. എന്തിനാണത് പടച്ചത്? പടച്ചവൻ എന്തിനാണ് ഈ പ്രപഞ്ചത്തെ പടച്ച റബ്ബ് സംവിധാനിച്ചത്? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾ ഇൽമു നേടാൻ വേണ്ടി. എന്ത് ഇൽമ്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ള ഒരു പ്രപഞ്ചനാഥൻ ഇവിടെ ഉണ്ടെന്ന ബോധം നിങ്ങൾക്ക് ജനിക്കാൻ വേണ്ടിയാണ് 7 ആകാശവും ഭൂമിയും പടച്ചതെന്ന് മാത്രമല്ല, അവിടെ തന്നെ പടച്ചവൻ പറഞ്ഞു യതനസ്സലുൽ അംറു ബൈനഹുന്ന, ആകാശഭൂമികൾക്കിടയിൽ പടച്ചറപ്പിന്റെ കൽപ്പന ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെ, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കൽപ്പനകൾ പടച്ചറപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യിക്കാൻ സമയമാകുമ്പോൾ മലക്കിനോട് കൽപ്പിക്കുന്നു. റൂഹ് പിടിക്കാൻ സമയമാകുമ്പോൾ മലക്കിനോട് കൽപ്പിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളോട് കൃത്യമായി കടമകൾ നിറവേറ്റാൻ പടച്ചറപ്പ് പറയുന്നു. പ്രപഞ്ചം അതിന്റെ സുതാര്യതയിലൂടെ മുന്നോട്ട് പോകുന്നു. എന്തിനാണിത്? ഈ പ്രപഞ്ചത്തെ പടച്ചതും മലക്കുകളെ പടച്ചതും ഭക്ഷണം തന്നതും മഴ പെയ്യിച്ചതും പ്രകൃതി തന്നതും എന്തിന്? വായുമണ്ഡലം പോലും നമുക്ക് സംവിധാനിച്ചെന്തിനാ? അല്ലാഹ് ഉണ്ടെന്ന ബോധം നിങ്ങൾക്ക് ജനിക്കാൻ, ഇൽമു നേടാൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ലോകത്തെ പടച്ചറപ്പ് പടച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ പടച്ചറപ്പ് നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനുണ്ടാവൂല അവിടെ. അള്ളാഹ് എന്നൊരു ചിന്തയെക്കുറിച്ച് മനസ്സിൽ യാതൊരു ചലനവുമില്ലാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ ഇല്ലാത്ത കാലം വന്നാൽ, പടച്ചവനെ കുറിച്ച് ഒരു ചിന്തയും ഭൂമിയിൽ ആർക്കും ഇല്ലാത്ത കാലം വന്നാൽ, അന്ന് ലോകം നശിച്ചിരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ലോകം ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തെ പടച്ചവൻ നിലനിർത്തുന്നത് അവനെ കുറിച്ച് പഠിക്കുന്ന കുറച്ച് ആളുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ കടലിലെ മത്സ്യം മുതൽ ആകാശത്തെ പറവുകൾ മുതൽ മലക്കുകൾ മുതൽ എല്ലാവരും ഈ ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി തസ്ബീഹ് ചൊല്ലുന്നത്, അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ നടത്തുന്നത്. മുതഅല്ലിമീങ്ങൾക്ക് ഈ ജീവജാലങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ കൃത്യമായി ഹദീസിലില്ലേ? അത് മുതഅല്ലിമീങ്ങൾ ആള് നോക്കിയിട്ടല്ല, ഇൽമു പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക് അവിടെ മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിനനുസരിച്ച് പെരുമാറുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ അതാണ്. നമുക്ക് ആൾക്കാർ ഭക്ഷണം തരും, നമുക്ക് വസ്ത്രം തരും, നമുക്ക് കൈമടക്ക് തരും, നമുക്ക് എല്ലാം തരും. നമ്മളെ ആളുകൾ നെഞ്ചേറ്റും, നമ്മൾ പറഞ്ഞതൊക്കെ അവർ കേൾക്കും. വസ്ത്രം തരുന്നില്ലേ, ഭക്ഷണം തരുന്നില്ലേ? അത് അവര് തരുന്നത് നമ്മളിൽ ഇൽമുണ്ട്, പടച്ചോനപ്പേടിയുണ്ട്, ദീനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാ. ഇമാം അവർകൾ പറഞ്ഞു, നമ്മളിൽ ആ ദീന് ഇല്ലെങ്കിൽ പരലോകത്തിൽ തന്നതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ വാങ്ങി പറ്റിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ശർഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടാണ്. അള്ളാഹു നമുക്ക് ഈ സൗകര്യമൊക്കെ ജനങ്ങളിൽ നിന്ന് ചെയ്തു തരുന്ന നമ്മുടെ കയ്യിൽ ദീനുണ്ട് എന്ന് വിചാരിച്ചിട്ടാ. നമ്മളെ കണ്ടിട്ടാ ജനം ദീന് പഠിക്കുമ്പോൾ നമ്മുടെ ചെറിയൊരു പിഴവ് അത് വലിയ അപകടം വരും. ഒരു ആലിമിന്റെ പിഴവിനെ കുറിച്ച് പറക്ക സഫീനത്തിൻ തഅറഖൂന, ഒരു ആലിമിന് പിഴച്ചു പോയാൽ, ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് പിഴച്ചു പോയാൽ മുങ്ങുന്ന കപ്പൽ പോലെയാണ്.
യറകമഅഹു, അവന്റെ കൂടെ മുങ്ങും. അക്വാമുൻ, ഒരുപാട് ജനങ്ങൾ മുങ്ങും. അവന്റെ കൂടെ ഒരുപാട് ജനങ്ങൾ മുങ്ങും. ഒരു പിഴവും നമുക്ക് പറ്റാൻ പാടില്ല, സൂക്ഷിക്കണം. അള്ളാഹു മതരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സൂക്ഷ്മത പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നോട് ശ്രദ്ധിച്ചോളി. നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും നമ്മുടെ കയ്യിൽ പിഴവ് വരാതിരിക്കുമ്പോഴാണ്. എന്നാൽ ചെറിയ മുത്താലിമ്യങ്ങളാകുമ്പോൾ പള്ളിയിൽ ചിലപ്പോൾ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിന്ന് വരും. പല കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ, അവർ സംസ്കാരം കൊണ്ടുവരുന്നേ ഉള്ളൂ, സംസ്കൃത ചിത്രമാക്കുന്നേ ഉള്ളൂ, അവർ ശരിക്കും കൾച്ചറിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. ആ സമയത്ത് ചില്ലറ പ്രശ്നങ്ങളൊക്കെ പള്ളിയിൽ തെർബിയത്ത് കൊടുക്കുന്ന സമയത്ത് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പർവ്വതീകരിച്ച് ദർസിനെ എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. പരമാവധി ഈ കുട്ടികളുടെ കൂടെ നിന്ന് ഇവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ ഇവരെ ദുആയിൽ നമ്മൾ ഉൾപ്പെടും. ആ ദുആ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലമുള്ള സംഗതിയായിരിക്കും. കാരണം ആലിം എന്ന് പറയുന്ന ആൾ ശരിക്കും സമൂഹത്തിന്റെ മാർഗദർശിയാണ്. ഇൽമുള്ളൊരു മനുഷ്യൻ അവൻ പരത്തുന്ന ആ പ്രഭയുണ്ടല്ലോ, ആ പ്രഭയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭ. അവരെ കണ്ടിട്ടാണ് ദീന് പഠിക്കേണ്ടത്, വേറെ പത്രക്കോളങ്ങളിൽ നിന്നോ അപകടകരമായ പ്രവർത്തനത്തിൽ നിന്നോ അല്ല. ഇന്നിപ്പോ ചില ആളുകൾ ദീൻ പഠിക്കുന്നത് മുത്തഅല്ലിമീങ്ങളെ കണ്ടിട്ടോ മുദരിസിനെ കണ്ടിട്ടോ അല്ല. പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ പള്ളിയിൽ പോയി ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് പറഞ്ഞാൽ തീരും. ഇന്ന് ജനങ്ങൾ പഠിക്കുന്നത് ആരെങ്കിലും ഒക്കെ എഴുതി വിടുന്ന പുസ്തകത്തിൽ നിന്ന്, നെറ്റിലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോ പത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ച് പറയുമ്പോൾ ഉസാമ ബിൻ ലാദൻ, അതൊക്കെ ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരെ പോലെ അവതരിപ്പിക്കുന്നത്. ലോകത്ത് ഇസ്ലാമിനെതിരെ ഏതൊക്കെ ബിംബങ്ങൾ ആരൊക്കെ കൊണ്ടുവന്നോ അവരെ മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ സമൂഹം തീവ്രതയുടെ പ്രതീകമായി മുസ്ലിം എന്ന പേര് പോലും മാറിക്കഴിഞ്ഞു. അബൂബക്കർ ബാഗ്ദാദി ആരാ? ആ മനുഷ്യനുമായി ഇസ്ലാമിന് എന്ത് ബന്ധമുള്ളത്? മനുഷ്യന്മാരെ വഴിയിൽ ബോംബ് വെച്ച് കൊന്നും കൊല വിളിച്ചു നടക്കുന്ന ഒരു സംഘത്തിന്റെ തലവൻ. സത്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, IS പോലുള്ള സംഘടനകൾ ഇസ്ലാമിന്റെ മേൽ വെച്ച് കെട്ടുക. IS എന്ന് പറയുന്ന, ദായിഷ് എന്ന് പറയുന്ന ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന സംഘടന ആരുണ്ടാക്കിയതാ? അതിന്റെ പേരിൽ നമ്മുടെ യുവാക്കളെ വഞ്ചിക്കാൻ ആരാണ് ഈ നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കോ, അത് ഇസ്ലാമിന്റേതല്ല, ഇസ്ലാമിനെ പറയിപ്പിക്കാനുള്ള ഏർപ്പാടാണ്. അബൂബക്കർ ബാഗ്ദാദിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ആരാ ഇസ്ലാമിന്റെ? അയാൾ ആരായിരുന്നു? അമേരിക്കയിൽ നിന്ന് പ്രതിരോധ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത എഡ്വേർഡ് സ്നോഡൻ പോലും പറഞ്ഞ എന്താ? അത് അമേരിക്കൻ സൃഷ്ടിയാണെന്ന്. ജൂതന്മാരെ കൂട്ടത്തിൽ നിന്നും ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടി പറഞ്ഞ ചാലാണത്. ഇല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ അറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആളും അർത്ഥവും പട്ടാളവും എല്ലാ സംവിധാനങ്ങളും രാഷ്ട്രവും സ്നേഹിക്കുന്ന ജനങ്ങളുമുള്ള ഭരണാധികാരികൾ. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇറാഖ് ഭരിച്ചിരുന്ന സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈന് നാട് നീള അനുയായികളുണ്ടായി. വരച്ചു വെച്ചു സദ്ദാമിന്റെ ചിത്രം. സദ്ദാമിന് പട്ടാളമുണ്ട്, വരുമാനമുണ്ട്, സദ്ദാമിന് ആവശ്യമായ കാലാൾപ്പടയുണ്ട്, സദ്ദാമിനെ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. ആ സദ്ദാമിനെ ഒരു പട്ടിയെ കൊല്ലും പോലെ കൊല്ലാൻ അമേരിക്കക്ക് നിഷ്പ്രയാസം സാധിച്ചു. പിടിച്ചു കെട്ടി കൊന്നു. അതുപോലെ ആളും അർത്ഥവും സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമുള്ള കേണൽ ഗദ്ദാഫി ഒരു തെരുവ് നായയെ കൊല്ലും പോലെ അമേരിക്ക കൊന്നില്ലേ? അങ്ങനെ ആളോ അർത്ഥമോ പണമോ സംവിധാനമോ പട്ടാളമോ ഇല്ലാത്ത ഒരു തമ്മാടിപ്പടക്ക് നേതൃത്വം കൊടുക്കുന്ന അബൂബക്കർ ബാഗ്ദാദിയെ എന്തേ അമേരിക്കക്ക് കിട്ടാത്തത്? താല്പര്യമില്ലാത്തോണ്ടാണ്, പിടിക്കണ്ടെന്ന് വിചാരിച്ചോണ്ടാ. അയാൾ വളരട്ടെ, അയാൾ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കട്ടെ. അങ്ങനെ ഇസ്ലാം വൃത്തികെട്ട മതമായി മാറാൻ ഈ പാശ്ചാത്യർ ഉണ്ടാക്കി വെച്ച സയൻസ് ലോബിയുടെ പ്രവർത്തനമാണ്. എന്നിട്ട് നമ്മൾ അതിൽ പോയി കുടുങ്ങാൻ പാടുണ്ടോ? ഈ ഇസ്ലാമിന്റെ അടിവേരറുക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇസ്ലാമിനെ ഒരിക്കലും അവർക്ക് ആയുധം കൊണ്ട് നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ബൗദ്ധിക ആക്രമണമാണ്. ആ ബൗദ്ധിക ആക്രമണത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുട്ടികൾക്ക് ശരിയായ ദീൻ അറിയണം. ഞാൻ ചോദിക്കട്ടെ, ഒരു പള്ളി ദർസിലെ കുട്ടിയും അത്തരം തമ്മാടിത്തത്തിന് പോയിട്ടില്ലല്ലോ? ഒരു പള്ളി ദർസിലെ കുട്ടിയും തീവ്രവാദിയാവാൻ പോയിട്ടില്ലല്ലോ? എന്താ പോകാത്ത? അവൻ അറിയാം തസൗഫ് എന്താണ്, ദീൻ എന്താണ്, സമാധാനം എന്താണെന്ന് അവൻ അറിയാം. ഇന്ന് ദീനിന്റെ ഉസൂല് പഠിച്ച ആളുകളാണ് സമൂഹത്തിലേക്ക് പറഞ്ഞേക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ദീനിന്റെ ഉസൂല് പഠിപ്പിക്കണം. ഈ ദീൻ എന്ന് പറയുന്ന ഈ സംവിധാനം ലോകത്ത് പ്രചരിക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് സമാധാനമാണ്, തീവ്രതയല്ല. നമ്മൾ ഈ തീവ്രതയും ബോംബും തോക്കും എടുത്തുകൊണ്ട് ഇസ്ലാമിനെ വളർത്താനാണോ ശ്രമിക്കുന്നത്? ഇസ്ലാമിനെ വളർത്താനാണ് അത്തരം
സംഘശക്തികളുടെ ലക്ഷ്യമെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തിൽ ദൗത്യം നിർവഹിക്കുമ്പോൾ എന്തിനാണ് പ്രവാചകരെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത്? ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. എന്താണ് പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡ്യൂട്ടി എന്താ? ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. ആ പ്രവാചകരോട് പരിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം എന്താ? അള്ളാഹു പറഞ്ഞു, അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? മുത്തഅല്ലിമീങ്ങൾ പള്ളി ദർസിൽ തഫ്സീർ ഓതി പഠിക്കുമല്ലോ. അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, ജനങ്ങളൊക്കെ മുഅ്മിനാകാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കുകയാണോ? ആരോട്? പ്രവാചകരുടെ ജോലി എന്താ? ജനങ്ങളെ മുഅ്മിനാക്കല. ജനങ്ങളെ വിശ്വാസികളാക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറഞ്ഞയച്ച പ്രവാചകരോട് ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ ജനങ്ങളൊക്കെ വിശ്വാസികളാകാൻ നിർബന്ധിക്കുകയാണോ? അതിന്റെ അർത്ഥം എന്താ? നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ കഴിയില്ല, നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരു മനുഷ്യന് മൂമിനാവൂല. അപ്പൊ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ മനുഷ്യൻ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിബന്ധനയാകുന്ന കെലിമത്തു ഷഹാദ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയണമെന്ന് പറയാൻ കാരണം. നാവുകൊണ്ട് പറയാൻ ആർക്കും പറ്റും, അവനൊന്നും മുസ്ലിം ആവൂല. പേടിപ്പിച്ചാലും നാവുകൊണ്ട് പറയും, പൈസ കൊടുത്താലും നാവുകൊണ്ട് പറയും. ബോംബ് ഇപ്പൊ വെക്കും, ചെല്ലിക്കോ കെലിമ എന്ന് പറഞ്ഞാൽ ചെല്ലും. ചിലപ്പോ ബോംബിന് രക്ഷപ്പെടാൻ അവൻ മുസ്ലിം ആവൂല. മുസ്ലിം ആവണമെങ്കിൽ അർത്ഥം മനസ്സിലറിഞ്ഞ് ആശയം ഉറപ്പിച്ചിട്ട്, ആശയം ഉറക്കണമെങ്കിൽ പഠിക്കുന്ന വേണം. ഇതെനിക്ക് വേണമെന്നൊരു മനുഷ്യൻ തീരുമാനിക്കാതെ ഒരുത്തനും മുസ്ലിം ആകാൻ പറ്റൂല. അപ്പോൾ ഇസ്ലാമിനെ വളർത്താൻ ഒരിക്കലും തീവ്രത കൊണ്ട് കഴിയില്ല. അത്തരം തീവ്ര സമീപനങ്ങളെ മുഴുവൻ ഇസ്ലാം എതിർത്തിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രവും പാരമ്പര്യവും പരിശോധിച്ചാൽ ഏത് കുട്ടിക്കും അത് ബോധ്യമാണല്ലോ. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താരീഖാണ് പരിശുദ്ധ ദിനിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ജാജ്വല്യമാനമായ ഈമാന്റെ ഉദാഹരണമായി എടുത്തുദ്ധരിക്കുന്നത്. അവിടെ ഖുർആൻ പറഞ്ഞ വാചകം വത്തബിഊ മില്ലത ഇബ്രാഹീമ ഹനീഫ. വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു ഖുർആന്റെ ഭാഷ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു മജൂസി കയറി വന്നു. മജൂസി എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസി. നേരെ അർത്ഥം പറഞ്ഞാൽ തീയിനെ ആരാധിക്കുന്നവൻ, അഗ്നി ആരാധകൻ. അഗ്നി ആരാധകൻ കയറി വന്നിട്ട് ഈ അഗ്നി ആരാധകൻ പറഞ്ഞ എന്താ? നബിയെ, ഞാൻ ഇതുവഴി കടന്നു പോകുന്ന ഒരാളാണ്, ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് കയറി താമസിക്കാനും ഭക്ഷണം തരാനും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കണം. അമുസ്ലിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നില്ല, അവരും മനസ്സിലാക്കണം. പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്ര സത്യമാണ്. ഇബ്രാഹിം നബി തങ്ങളോട് ഇയാൾ ചോദിച്ചു, മുസ്ലിം അല്ലാത്ത ഈ അമുസ്ലിമായ മനുഷ്യൻ വന്ന് ചോദിച്ചു, ഞാനിതിൽ പോവാണ്, എനിക്കിന്ന് ഇവിടെ കയറി താമസിച്ചു ഒരു ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഇസ്തലാഫ മജൂസിയുൻ എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ തുടങ്ങുന്നത് കിതാബിൽ. ഇബ്രാഹിം നബി ഒറ്റ വാക്കാ. ഇബ്രാഹിം നബി തങ്ങൾ തന്റെ കടുത്ത വിശ്വാസം അനുസരിച്ചുകൊണ്ട് അറുത്ത് മുറിച്ച് അവനോട് പറഞ്ഞു, ഇൻ അസ്ലം തഅലഫ്തുക, നിനക്ക് മുസ്ലിം ആകാൻ പറ്റുമോ? നിനക്ക് ഞാൻ എല്ലാ നിലക്കും സൽക്കാരം തരും. മുസ്ലിം ആകാൻ പറ്റുമോ? എല്ലാം ഞാൻ തരും, വന്നോന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാൻ വന്നതല്ല, ഞാനിപ്പോ മുസ്ലിം ആകാൻ വന്നല്ല, ഞാൻ ഇതിൽ പോകുന്നൊരു വഴിക്ക് നിങ്ങളൊന്നൊക്കെ ഒരു അഭയം തന്ന് ഭക്ഷണം തരുമെന്ന് ചോദിച്ചതാ. ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് മാറാപ്പ തീരുമാനിച്ചിട്ടില്ല. ഇബ്രാഹിം നബി പറഞ്ഞു, എന്നാ പിന്നെ സൽക്കരിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. വിട്ടു ആ വ്യക്തി ഇറങ്ങി ഒരു കാതം അകലെ എത്തിയപ്പോഴേക്കും അതാ അള്ളാഹുവിന്റെ തീരുമാനമായി നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ല പറഞ്ഞെന്താ വേണ്ടത്? നബിയെ, താങ്കൾക്ക് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു, എന്താണ് ജിബ്രീലെ സന്ദേശം എന്ന് ചോദിച്ചു. സന്ദേശം കൊണ്ടേ വരുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അള്ളാഹു നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അയാൾ ഇറക്കി വിട്ടത്? നഹ്നു നർസുഖുഹു മുൻദു 70 സന വഹുവ അലാ കുഫ്രിഹി. താരീഖിൽ ഇബാർത്താണ് ഞാൻ പറഞ്ഞത്. അവന് 70 വയസ്സായിട്ട് ഭക്ഷണം കൊടുക്കണ പഠിച്ചവൻ ഞാനാണ്. അവൻ കാഫിർ തന്നെയാണ്. കാഫിറായിരിക്കെ 70 കൊല്ലം ഞാൻ അവനെ തീറ്റിപ്പോറ്റി എന്ന് പഠിച്ചറപ്പ് പറയാണ്. എല്ലാ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും പാഴ്സിക്കും മതമുള്ളവനും മതമില്ലാത്തവനും മുസ്ലിമിനും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന പഠിച്ചവൻ തന്നെ നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് പഠിച്ചറപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയോട് മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, 70 കൊല്ലമായിട്ട് ആൾക്ക് പഠിച്ചറപ്പ് ഭക്ഷണം കൊടുക്കുകയാണ്, അവൻ കുഫറിലാണ്. വലൗ അലഫ്ത യൗമ, ഒരു ദിവസം അവനെ ഈ വീട്ടിൽ സൽക്കരിച്ച ഭക്ഷണം കൊടുത്താൽ ഫമാ അലൈക്ക, നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അവനെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തൂരായിരുന്നു. പ്രവാചകർ പേടിച്ചു പോയിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിരുത്തി ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുത്തു. അയാൾ ചോദിച്ചു, ഇപ്പോഴെന്തേ ഒരു മാറ്റം?
അപ്പോഴാണ് ഇബ്രാഹിം നബി തങ്ങൾ എൻ്റെ പടച്ചറബ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ യാതൊരു തരത്തിലുള്ള കാർക്കശ്യവും ഇല്ല. അന്യമതസ്ഥരെ കണ്ടുകൂടെന്നോ അവനെ നശിപ്പിക്കണമെന്നോ ഉള്ളൊരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. നബിയോട് പോലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇൻ അലൈക ഇല്ലൽ ബലാഗ്, ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി. വമാ അർസൽനാക അലൈഹിം ഹഫീള, നിങ്ങൾ ഒരു സൂക്ഷിപ്പുകാരനായിട്ട് നമ്മൾ അയച്ചിട്ടില്ല. ഈ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ട് പിടിച്ചു കെട്ടി മുസ്ലിം ആക്കാനൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് പറഞ്ഞു കൊടുക്കുക. ഫമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ, താല്പര്യമുള്ളവർ മുസ്ലിം ആകട്ടെ, അല്ലാത്തവനവന്റെ പാട്ടിന് പോയിക്കോട്ടെ. വിശ്വാസ സ്വാതന്ത്ര്യവും അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിം ആകാം, ഇല്ലെങ്കിൽ പോണ വഴിക്ക് പോകാം. എന്നിട്ട് ബുദ്ധി കൊടുത്തിട്ട് പടച്ച റബ്ബ് ഇന്ന വഴിക്ക് പോയാൽ ഇന്നതുണ്ടാവും, ഇന്ന വഴിക്ക് പോയാൽ ഇന്നതുണ്ട്. ഇന്നാ ഹദിനാ മുസ്തബീറ ഇമ്മാ ശാക്കിറ വ ഇമ്മാ കഫൂറ. ഇത് മനുഷ്യന്മാര് ശാക്തിക സംഘടനകൾ കൊണ്ടോ ബോംബ് വെച്ചോ തോക്ക് കൊണ്ടോ തർക്കിച്ച് തേടേണ്ടതല്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടതാ. ഇസ്ലാം ബൗദ്ധിക മണ്ഡലത്തിലെ ബുദ്ധിമണ്ഡലത്തിൽ മാത്രമേ തർക്കിക്കുന്നുള്ളൂ. ശാരീരിക തർക്കങ്ങളും തമ്മിലടിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം ബോംബോ തോക്കോ നിർമ്മിച്ച് ഒരു സംഘത്തെ കെട്ടിപ്പടുക്കുന്നത്, എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ബോംബ് വെക്കുക, വിമാനത്തിന് ബോംബ് വെക്കുക, എവിടെയെങ്കിലും വഴിയോരങ്ങളിൽ ബോംബ് വെക്കുക, ഇത് ഏത് ഇസ്ലാമാ? വഴിയിൽ കാണുന്ന കുപ്പിച്ചില്ലി എടുത്തിട്ടിട്ടില്ലെങ്കിൽ അവന്റെ ഈമാന്റെ കുറവുണ്ട് എന്നാ രേഖപ്പെടുത്തിയത്. ഇമാത്തത്തുല്ലാത അനിത്തൊരീക്കി, വഴിയിൽ നിന്ന് മാർഗദർശനം എടുത്തു നീക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മതം. തന്റെ ഒരു സുഹൃത്തിനെങ്ങനെ കൂർപ്പിച്ചിങ്ങനെ നോക്കിയിട്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ളൊരു മതം ബോംബ് വെക്കും വഴിയിൽ? ലോകത്ത് ഇസ്ലാം സംഭാവന ചെയ്ത നഗരങ്ങളില്ലേ? കെയ്റോ എന്ന് പറയുന്ന നഗരത്തിന്റെ ചരിത്രം എന്ന് പഠിക്കും നിങ്ങൾ. ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദർസിലെ പ്രവർത്തകർ വളരെ മനോഹരമായി തീവ്രതയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന നല്ല ഒരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചു. വളരെ മനോഹരമാണത്, അംഗീകരിക്കണം അവരുടെ പ്രവർത്തനത്തെ. അവരെനിക്ക് എഴുതി തന്നു, ഞങ്ങളൊരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ച് മനോഹരമാക്കി ചടങ്ങുകയാണ്. വളരെ നല്ലൊരു ഡോക്യുമെന്ററി. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു എക്സിബിഷനും അവർ നടത്തിയ എക്സിബിഷനിലും പ്രധാന വിഷയം അതായിരുന്നു. സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന ഏറ്റവും വലിയ തിന്മ, എവിടെന്നെങ്കിലും ഏതെങ്കിലും കുട്ടികളെ പിടിച്ചു IS-ന്റെ പേര് പറഞ്ഞ് അവരെ മേൽ ചാർത്തി. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, കുഴപ്പമില്ല, പക്ഷെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പല കേസുകളിലും മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി പിന്നെ തെളിവില്ലാതെ അവരുടെ ജീവിതം തുലച്ച ശേഷം പിന്നെ പുറത്തേക്ക് വിട്ട ചരിത്രം അവിടെ ധാരാളമുണ്ട്. ഞാൻ പറയുന്നത്, ഇനി ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരിക്കലും അത്തരം പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്, ഇന്ത്യക്കാരാണ്. ഈ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ ആ രാജ്യത്തോട് കൂറുള്ളവരാ. നമ്മുടെ പൂർവികന്മാരൊക്കെ വാസ്കോഡി ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയ നാള് മുതൽ, കെബ്രാള് വന്ന നാള് മുതൽ അതിനെതിരെ സമര സജ്ജരായി വാളെടുത്ത് പോർച്ചുഗൽ ആധിപത്യത്തിന്റെ വേരറുക്കാൻ ജീവൻ കൊടുത്തവന്റെ മക്കളാണ് നമ്മൾ. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്ന ഈ പണ്ഡിതന്മാരുടെ തലപ്പത്തിരുന്ന ബഹുമാനപ്പെട്ട പൊന്നാനിലെ മഖ്ദൂമിങ്ങളാ കേരളത്തിൽ പണ്ഡിതസിന്റെ തുടക്കക്കാര്. ആ മഖ്ദൂമി ഒന്നാമൻ ദർസ് നടത്തുമ്പോൾ തന്നെ ഈ രാജ്യത്തെ ചലനങ്ങൾ സൃഷ്ടിച്ചു, ഈ രാജ്യത്തെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അന്ന് പോർച്ചുഗീസുകാരെ ആധിപത്യം ഇവിടെ കൊടികുത്തി വാഴാൻ പോകുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ, പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും താല്പര്യപ്പെട്ട അന്നത്തെ കച്ചവടം, അതിൽ ഇവർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ നാട് ഇവർ കച്ചവടത്തിന് വേണ്ടി വിലക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ, കച്ചവടത്തിലൂടെ അവർ ആധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ, കച്ചവടത്തിന് വന്നവർ നാട് ഭരിക്കുമെന്ന് കണ്ടപ്പോ, മഖ്ദൂം മനോഹരമായിട്ട് എഴുതി കിതാബ്, മഖ്ദൂമിന്റെ കിതാബ് സമൂഹത്തിൽ എത്തിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. ഒന്നാം മഖ്ദൂം അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി എന്ന മഹാപണ്ഡിതൻ തന്റെ തൂലിക കൊണ്ട് മനോഹരമായിട്ട് എഴുതി തഹ്രീലു അഹ്ലുൽ ഈമാനി അലാ ജിഹാദി അബദദ് സുൽബാൻ. എന്നിട്ട് അദ്ദേഹം അതിൽ കവിത രചിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു, ജനങ്ങളെ, പോർട്ടുഗീസുകാരെ വിശ്വസിക്കണ്ട. വലാ തജ്അലൂ യാ ഖൗമി ഫറഞ്ച ഔലിയാ വഇൻ ഖിഫ്തുമുഹൽ കൻവ ഫൗതാ തിജാറതി. മഹാനായ മഖ്ദൂം ഒന്നാമൻ പള്ളി ദർസിൽ കിതാബോധി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പള്ളി ദർസിൽ കിതാബോധി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഖ്ദൂം പറഞ്ഞ വാചകമാണത്. വലാ തജ്അലൂ യാ ഖൗമി ഫറഞ്ച ഔലിയാ,
എന്റെ ജനസമൂഹമേ, നിങ്ങൾ പറങ്കികൾ ഒരിക്കലും കൂട്ടുകാരാക്കരുത്. പറങ്കികളോട് നിങ്ങൾ സഹവസിക്കരുത്, അവരെ കൂടെ കൂട്ടരുത്, അവരെ വിശ്വസിക്കരുത്, അവരെ നമ്പരുത്. നിങ്ങളെ കച്ചവടം നശിക്കുമെന്ന് പേടിച്ചാലും, നിങ്ങൾക്ക് നാശം വരുമെന്ന് പേടിച്ചാലും, ഒരു കാരണവശാലും നിങ്ങൾ പറങ്കികളുടെ കൂടല്ല കേട്ടോ. അവർ ഈ നാടിന് അപകടമാണ്. നാട്ടിലേക്ക് കടങ്ങുന്ന വന്ന പറങ്കിപ്പടയെ പറത്താൻ മഖ്ദൂമിന്റെ വാക്ക് കൊണ്ട് ജനസമൂഹം തയ്യാറായപ്പോ, മഖ്ദൂമിന്റെ വാക്ക് കേട്ട് പൊന്നാനിന്ന് വാളും പിടിച്ച് സാമൂതിരിയുടെ അരമനയിൽ വന്ന ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലി. 4 തലമുറ കുഞ്ഞാലിമാർ അറബിക്കടലിന്റെ ഓരവും തീരവും കാത്ത് ഈ സമൂഹത്തിന്റെ അഭിമാനം കാത്ത് രക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് എന്ന് പറയുന്ന സാമൂതിരിയുടെ വിശാല വിസ്തൃത രാജ്യം കാത്തു. ആന്ത്രോ ഫുട്ടോഡോവിന്റെ പടക്കപ്പൽ ഇരിങ്ങൽകോട്ടക്കൽ വന്ന് നിൽക്കുമ്പോൾ ആന്ത്രോ ഫുട്ടോഡോവ് കുഞ്ഞാലിയെ നോക്കിക്കൊണ്ടൊരു മെസ്സേജ് കൊടുത്തു: കുഞ്ഞാലി, ഞാൻ അങ്ങോട്ട് കടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ നാട് ഞാൻ പിടിച്ചടക്കും, നിങ്ങൾ പിന്മാറണം. കുഞ്ഞാലി തിരിച്ചൊരു മെസ്സേജ് കൊടുത്തു കടലിലേക്ക്. പുറംകടലിൽ നങ്കൂരമിട്ട ആന്ത്രോ ഫുട്ടോഡോവിന്റെ കപ്പലിലേക്ക് ബോട്ട് അയച്ചുകൊണ്ട് കുഞ്ഞാലി ഒരു കുറിപ്പ് കൊടുത്തു: ഞങ്ങൾ ഈ രാജാവിന്റെ അതിർത്തി കാക്കാൻ നിൽക്കുന്ന പട്ടാളമാണ്. എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും മയ്യത്തിന്റെ മേലല്ലാതെ നിനക്ക് ഈ കോഴിക്കോട്ടെ ആധിപത്യം ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ കടന്നു വാ. ആന്ത്രോ ഫുട്ടോഡോവ് മരിക്കാൻ വന്ന ആളല്ല. കുഞ്ഞാലിക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. ആന്ത്രോ ഫുട്ടോഡോവ് പിൻവാങ്ങി. പടക്കപ്പലിൽ പീരങ്കിയുമായി വന്ന ആന്ത്രോ ഫുട്ടോഡോവ് കുഞ്ഞാലിയുടെ വാക്കിന്റെ പേര് വിറച്ചിട്ട് പിന്മാറി. 4 തലമുറ കുഞ്ഞാലിമാർ അറബിക്കടലിന്റെ ഓരവും തീരവും കാത്തു. പോർച്ചുഗീസുകാർ ഈ നാട് വിടേണ്ടി വന്നു. പിന്നെ വന്നു ബ്രിട്ടീഷുകാർ വന്നപ്പോ തഹ്രീർ എഴുതിക്കൊണ്ട് മമ്പറത്തെ തങ്ങളും അതുപോലെ തന്നെ പ്രഗത്ഭമായ സ്വാതന്ത്ര്യ സമര നായകന്മാര് മുന്നോട്ട് വന്നുകൊണ്ട് ഈ നാട് സമര ഭൂമിയാക്കി തീർത്ത് മുസ്ലിം ഉമ്മത്തിന്റെയും ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്റെയും കൂട്ടായ്മയുടെ ഫലമായി ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി. പണ്ഡിതർസിൽ പഠിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, മമ്പറത്ത് കിടക്കുന്ന മൗലദബില കുത്തുബുസ്സമാൻ തങ്ങൾ മനോഹരമായിട്ടൊരു കിതാബ് എഴുതിയ കിതാബിന്റെ പേര് തന്നെ ഈ സമൂഹത്തെ ശരിക്കും സൈഫുൽ ബത്താർ അലാ മൻ യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ. ആ കിതാബ് എഴുതിയാണ് കൊടുത്തു ഗോവന്. മകൻ ആ ഫത്വ സമാഹരിച്ചതാണ് ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം ലി ഇഹാനത്തിൽ കഫറത്തി വഅബദത്തിൽ അസ്നാം. അതാണ് തന്റെ മകൻ ഫദ്ൽ ബൂക്കായ പുസ്തകമാക്കിയത്. ആ ഫദ്ലിന്റെ പുസ്തകം കണ്ട് ബ്രിട്ടീഷുകാർ ഞെട്ടിയിട്ട് നാട് കടത്താൻ ഉത്തരവിട്ടു. അറിയോ, ഈ ആത്മീയ നായകന്മാരും പണ്ഡിതന്മാരും സമരസജ്ജരായ ഒരു ഉമ്മത്തിനെ കളത്തിലിറക്കിക്കൊണ്ട് അവരുടെ ചോര കൊടുത്തു വാങ്ങിയ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ പിൽക്കാലത്ത് ജീവിക്കുമ്പോ IS പേര് പറഞ്ഞ് ഉമ്മത്തിനെ രാജ്യദ്രോഹികളാക്കാൻ ആര് വന്നാലും ശരി, ചരിത്രം അത് അംഗീകരിക്കൂല. നിങ്ങൾ ചരിത്രം പഠിക്കണം. പള്ളി ദിവസം പോയിട്ട് നമ്മുടെ പൂർവികന്മാർ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പൊരുതി മരിച്ചു വീണവരാ. അതോടൊപ്പം പള്ളി ദർസിന്റെ പാരമ്പര്യം ഏറ്റുപിടിച്ചവരാ. പള്ളി ദർസ് വെറും ലോകം തിരിയാത്ത ആൾക്കാരെ ഒരു മേഖലയല്ല. ലോകം തിരിയുന്നത് കൊണ്ടാണ് മഖ്ദൂം ഒരു കൈ കൊണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീനും മറ്റേ കൈ കൊണ്ട് ഫത്ഹുൽ മുബീനും എഴുതിയത്. അതാ ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. മനോഹരമായ ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഹിദായത്തുൽ അദ്കിയ അവരുടെ സൃഷ്ടിയാണ്. തഹ്രീദ് അവിടുന്ന് വന്നതാ. എത്ര ഗ്രന്ഥങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഈ സമൂഹത്തിൽ ഈ രീതിയിൽ ആത്മീയ നായകന്മാർ, ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രപിതാവ് ജനിക്കുന്നതിന്റെ മുമ്പ്, ഗാന്ധിജി ജനിക്കുന്നതിന് മുമ്പ് നികുതി നിഷേധ പ്രസ്ഥാനം വെളിയങ്കോട്ട് ആരംഭിച്ച ആളാണ് ഉമർ ഖാദി തങ്ങൾ. ഗാന്ധിജി അന്ന് ജനിച്ചില്ല എന്നുള്ളത് ഗാന്ധിജിന്റെ കുറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗാന്ധിജി ജനിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പള്ളി ദർസ് എന്നാണ് പറയുന്നത്. വെളിയങ്കോട്ട പള്ളിയുടെ മിഹ്റാബ് എന്നാണ് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ രാജ്യസ്നേഹമില്ലാത്തവർ, നമ്മളൊക്കെ IS ആളുകൾ. IS എന്ന് പറയുന്നതിന് ഇസ്ലാമായി യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ഉമ്മത്തിന്റെ മേലെ അത് വെച്ച് കെട്ടി ഉമ്മത്തിനെ അപകർഷതാബോധത്തിന്റെ തടലിൽ നിർത്തിക്കൊണ്ട് ആരെങ്കിലും വിലപേശാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചരിത്രം പഠിച്ചിരിക്കണം. ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണത്. അതിന് നമ്മുടെ യുവാക്കളെ ശരിക്കും ദീൻ എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച പ്രശ്നം തീരും. നിങ്ങൾ ഒരു മലമടക്കുകളിലേക്കും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെയും തേടി പോകേണ്ട കാര്യമില്ല. സുന്നത്ത് ഹയാത്താക്കാൻ പള്ളി ദർസിലേക്ക് വന്നാൽ മതി. അവിടെ തഹജ്ജുദ് ഉണ്ടാകും, അവിടെ ഹദ്ദാദ് ഉണ്ടാകും, അവിടെ ഇമാമത്ത് നിർത്തി പരിശീലനം ഉണ്ടാകും, ഖുത്ബ ഓതി പരിശീലനം ഉണ്ടാകും, സമാജത്തിൽ പ്രസംഗിച്ച് പരിശീലനം ഉണ്ടാകും, ഭൗതിക വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യവും ഉസ്താദ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പണ്ടൊക്കെ പള്ളി ദർസിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ പുറത്തേക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ടും വേണമല്ലോ. കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ദീൻ പഠിക്കണം. അപ്പോൾ ഭൗതിക വിദ്യയും മതവിദ്യയും സമന്വയിച്ചു കൊടുക്കുന്ന മനോഹര സ്ഥാപനം.
എന്നാലും കോളേജിനേക്കാൾ പള്ളി ദർസിന് ഒരു പ്രത്യേകത, ഒരു ഉസ്താദിന്റെ തെർബിയത്തിലാണ് മുഴുവൻ കുട്ടികളും. നല്ല ശരിക്കും തെർബിയ, അവനെപ്പോൾ ഉണരണം, അവനെപ്പോൾ ഉറങ്ങണം, അവന്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം, അവന്റെ മുടി എത്രത്തോളം നീളണം, പഠിപ്പിക്കും ശരിക്ക്. നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരത ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കുട്ടികൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്തൊക്കെ കേൾക്കുന്നു കാണുന്നു, അതാണ് അവർ സംസ്കാരം വഴിയാ. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടു മുള്ളമ്പന്തിന്റെ കോല് പോലെ കുട്ടികളെ പറഞ്ഞപ്പോ തന്നെ ചിരിക്കേണ്ട കാരണം മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്. അങ്ങനെ മുടി വെച്ചാലേ ശരിയാവും. അതിന് ഉമ്മമാര് പൈസ എടുത്തു കൊടുക്കണം. ബാപ്പ ഗൾഫിൽ നിന്ന് അയച്ച വിയർപ്പിന്റെ പണം ഈ കുട്ടിക്കെടുത്ത് കൊടുത്തുകൊണ്ട് അവന്റെ തലയിലെ മുടി മുള്ളാക്കാൻ വേണ്ടി അവൻ ബാർബർ ഷോപ്പ് പോയിരിക്കുകയാണ്. അതിനവര് പറഞ്ഞ പണം എണ്ണിക്കൊടുക്കുകയാണ്. നേരെ മറിച്ച് പള്ളി ദർസിൽ വരുന്ന കുട്ടിക്ക് അതിന്റെ പ്രശ്നം, അവന്റെ ഒരു സ്റ്റാൻഡേർഡ് രൂപമുണ്ട്. ആ രൂപത്തിന് ഒരു കാലഘട്ടത്തിൽ മാറ്റം വരില്ല. അവൻ അതേ വേഷത്തിൽ, വസ്ത്രവിധാനത്തിൽ ഒരു കുറവും അവന് വരുന്നില്ല. അവന്റെ വേഷത്തിനും അവന്റെ സമീപനത്തിനും സമൂഹത്തിൽ ഒരു കബൂലിയത്തുണ്ട്. കാരണം അത് ആത്മീയ നേതൃത്വത്തിന്റെ ആ പാരമ്പര്യം അനുസരിച്ചുള്ള വേഷവും അവന്റെ പ്രവർത്തനവുമാണ്. അള്ളാഹു നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആ ഒരു പാരമ്പര്യം നിലനിർത്തണ്ടേ, അതല്ലേ ദീൻ. ഇന്നും പണ്ഡിതന് സമൂഹത്തിലൊരു മാന്യമായ സ്ഥാനമുണ്ടല്ലോ. PK പുസ്തകം വന്നപ്പോൾ നിങ്ങളൊക്കെ സ്വീകരിച്ച രംഗം എന്താ കാരണം? അതൊരു വിലയാണ്. ആ നിലയും വിലയും ആ പാണ്ഡിത്യത്തിന്റെ ഗരിമ നിലനിർത്തുമ്പോഴുണ്ടാകും. ഇൽമിന് എന്നും സമൂഹം വില കൽപ്പിച്ചു. പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമിനെ വില വലിച്ച മഹാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിനെ മാത്രമാണ് നബി തങ്ങൾ വില കൽപ്പിച്ചത്. എത്രമാത്രം ഇൽമുണ്ടെങ്കിലും അത് മതിയാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് വഖുർ റബ്ബി സിദ്നി ഇൽമാ എന്ന് പ്രാർത്ഥിപ്പിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു. ഇൽമ വർദ്ധിച്ചു കിട്ടാൻ നബി തങ്ങൾ പഠിച്ചോട് പറഞ്ഞു റബ്ബി സിദ്നി ഇൽമാ. നബി തങ്ങളാ പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക എന്നല്ലയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ സകല വിജ്ഞാനങ്ങളും തന്നിട്ടില്ല നബിയെ. എന്നിട്ടാണ് നബി തങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മകളാണ് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി. അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവിനെ നബി തങ്ങൾ ശരിക്കും തർബിയത്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. ചെറുപ്പത്തിലെ കുട്ടിയെ നന്നാക്കി. നിങ്ങളൊന്നും നിങ്ങളെ മക്കളോട് പറയാത്ത വാക്ക് നബി തങ്ങൾ തന്റെ മോളോട് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമന്റെ കരളാണ്, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി. ആരെങ്കിലും ഫാത്തിമയെയോ മക്കളെയോ വെറുപ്പിച്ചാൽ എന്നെ വെറുപ്പിച്ചു, ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞതാ. അങ്ങനെയൊക്കെ പറഞ്ഞ നബി തങ്ങൾ ഫാത്തിമാവിനെ വിളിച്ചിട്ട് പേടിപ്പിച്ചിട്ട് പറയാണ്, ഫാത്തിമ അങ്കിദി നഫ്സകി അനിന്നാർ, അങ്കിദി നഫ്സകി അനിന്നാർ. പൊന്നുമോളെ, നിന്റെ തടി നീ നരകത്തെ തൊട്ട് കാത്തിരിക്കണം. നിന്റെ തടി നരകത്തിൽ വീഴാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. ഫഇന്നി ലാ ഉനി അൻകി മിനല്ലാഹി ശൈആ. ബാപ്പ നബിയാണെന്ന് കരുതി നീ എന്റെ മുമ്പിൽ വന്നാൽ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടൂല മോളെ. ബാപ്പ നബിയാണെന്ന് ശരി, അത് കരുതി അങ്ങോട്ട് വരണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാചകമാണത്, ശ്രദ്ധിക്കണം. ആ നബി തങ്ങൾ പഠിപ്പിച്ച സൈദ്ധാന്തിക ദർശനം അനുസരിച്ചുകൊണ്ട് കടന്നുപോയ ഒരു തലമുറയിലെ മഹദിയായ ആ പെണ്ണിന്റെ ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. ആ മഹദിയെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? സിദ്ദീഖ് റളിയല്ലാഹു തആല കല്യാണം ചോദിച്ചില്ലേ? ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പലരുമുണ്ടല്ലോ. അവരോടൊക്കെ നബി തങ്ങൾ പറഞ്ഞത് സമയമാകട്ടെ. അവസാനം ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? പട്ടിണിയും പരിവട്ടവുമായി കിടന്ന് നരകിച്ചിട്ട് അബൂ താലിബിന്റെ മക്കളുടെ ഗതികേട് കണ്ടിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ അബ്ബാസ് റളിയല്ലാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, പിതൃവ്യനായ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, 2 കുട്ടികളെ നമുക്ക് ദത്തെടുക്കാം, 2 കുട്ടികളെ നമുക്ക് ദത്തെടുക്കാം. അബൂ താലിബിന് മക്കൾ ഒരുപാടുണ്ട്, പട്ടിണിയാണ്, പണം തികയുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാതെ അന്നം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പരിവട്ടം കണ്ടപ്പോ, ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു നമുക്കങ്ങനെ ചെയ്തു. അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അക്ബർ ഏറ്റെടുത്തു. മൂത്തത്തിന്റെ രണാങ്കണത്തിൽ മരിച്ചു വീണ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ അബൂ താലിബിന്റെ മകൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അബ്ബാസ് തങ്ങൾ കൊണ്ടുപോയി പോറ്റാമെന്നേറ്റു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ നബി തങ്ങളും കൊണ്ടുപോയി പോറ്റി. നബി തങ്ങൾ ദത്തെടുത്ത് വളർത്തിയ 5 പൈസക്ക് ഗതിയില്ലാത്ത ആ അലി ഇബ്നു അബീ ത്വാലിബിന് തന്റെ മകളെ കൊടുത്തത് എന്തിനാ? അത്ര വലിയ സൗന്ദര്യമൊന്നും അലി തങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബിന് തന്റെ മകളെ നബി തങ്ങൾ കൊടുത്തത് ഇൽമ നോക്കിയിട്ടാണ്, ഇൽമ മാത്രം. കാരണം മദീനത്തെ അത്ര വലിയ ആലിമായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അത്ര വലിയ ആലിം, ഏത് വിഷയവും ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്ന ആലിം.
അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം കൊണ്ട് കൊടുത്തയച്ചിട്ടുണ്ട്, പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആ സഹോദരി ഇതിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും ദുആ ചെയ്യണം. ഏറ്റവും നല്ലൊരാഗ്രഹമാണ്. ഈ ലോകത്ത് പോകുമ്പോൾ ഈമാനോടുകൂടി പോകണമെന്ന നിയ്യത്തോടുകൂടി നമ്മുടെ ഈ ദർസിന്റെ ചെലവിലേക്ക്, ഈ ദർസിലേക്ക്, ഈ സമാജത്തിലേക്ക്, ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്വർണ്ണമോതിരം അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. ആ സഹോദരിക്ക് ഈ നല്ല ഉദ്ദേശം ഈ സദസ്സിന്റെ ഹക്ക് ജാക്ക് ബർക്കത്ത് കൊണ്ട്, ഈ മുത്തഅല്ലിമീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഇൽമിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ മരണസമയത്ത് കെലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്കും നീ ജീവിതത്തിൽ ആ സൗഭാഗ്യം നൽകണേ റബ്ബേ. എല്ലാവരും ദ്വാരത്തോളി. ഏതായാലാവട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആ കാലഘട്ടത്തിലെ പ്രമുഖനാണ്, ഇൽമിൽ അഗ്രേസനാണ്. അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. ഏത് വിഷയം അദ്ദേഹത്തിന് മുമ്പിൽ വന്നാലും ഉടനെ അദ്ദേഹം അതിന് തീർപ്പ് കൽപ്പിക്കും. ശറഇന്റെ അടിസ്ഥാനത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിഷയം പറഞ്ഞാൽ പിന്നെ തർക്കിക്കണ്ട. ഇനി അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ നമ്മുടെ മക്കൾ ശരിക്കും അരിത്മാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് എല്ലാ കാര്യത്തിലും താർക്കികന്മാരും പ്രഗത്ഭരുമാകുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഏത് വിഷയത്തിലും ഉടനെ എടുത്തടിച്ച് മറുപടി പറയാൻ കെൽപ്പുള്ള ആളാണ്. ഭാഷ, അതുപോലെ തന്നെ സാഹിത്യം, ഫിഖ്, ഹദീസ് ഒക്കെ പാണ്ഡിത്യമുള്ള മഹാനാണ്. രസകരമായ ഒരു സംഭവം താരീഖിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു സദസ്സിൽ ഇതുപോലെ ഇരിക്കുകയാണ് മഹാന്മാർ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്. രണ്ടുപേരും വലിയ മഹാന്മാരാണ്. അല്ലാഹു അവരുടെ ഹക്ക് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സിദ്ദീഖ് തങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഉമർ റളിയല്ലാഹു തആല മറ്റൊരു ഭാഗത്തുണ്ട്. രണ്ടാളും നല്ല ഉയരമുള്ള ആജാനുഭാഗങ്ങളായ ആൾക്കാർ, അത്യാവശ്യം കാണാൻ മാത്രം രണ്ടുപേരും. അപ്പോൾ ഉമർ റളിയല്ലാഹു തആലക്കും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലക്കും സിദ്ദീഖ് തങ്ങളും ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കണം, ഈ രണ്ട് ഖലീഫമാര്, പിൽക്കാലത്ത് ഖലീഫയായി വന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അലി റളിയല്ലാഹു തആല ആ സദസ്സിലേക്ക് കയറി വരുന്നത്. അപ്പം മഹാന്മാർക്കുണ്ടാവുമല്ലോ തമാശകളൊക്കെ, അങ്ങനെയാണല്ലോ തമാശ എല്ലാവരും പറയുമല്ലോ. ഉമർ റളിയല്ലാഹു തആല വലിയ ഗൗരവക്കാരനാണെങ്കിൽ ഇടക്കോരോ തമാശയൊക്കെ പറഞ്ഞു, കാര്യമുള്ള തമാശയും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല ഇങ്ങനെ കയറിയുമ്പോൾ അലി റളിയല്ലാഹു ഒരു കുറിയാളാ, കുള്ളനാണ്, ഉയരം കുറവേ, ഇവരെ അപേക്ഷിച്ച് വളരെ ഉയരം കുറഞ്ഞ ആളാണ്. അപ്പൊ ഈ ഉയരം കുറഞ്ഞ ആളായതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല ആ സദസ്സിൽ ഒരു തമാശ പൊട്ടിച്ചു, രസകരമായൊരു തമാശ. അദ്ദേഹം പറഞ്ഞു, അലിപ്പ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നാൽ അലിയുൻ ബൈനന കന്നൂനി ഫീ ലനാ എന്ന് പറഞ്ഞു. അലിയുൻ ബൈനന, അലിപ്പ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നാൽ കന്നൂനി, നൂനിന്റെ മാതിരി ഉണ്ടാവും, ഫീ ലന. നിങ്ങൾ മനസ്സിൽ ലന എന്നൊന്ന് എഴുതി നോക്കി, ഇങ്ങനെ എഴുതുക, ലാമ് പിന്നെ നൂനിന്റെ അതിന്റെ അലിഫു, ലന. ലന എന്നതിലെ നൂന് പോലെ ഞാൻ ഈ അലിഫും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു രണ്ട് അലിഫ്, അതിന്റെ നടുക്ക് അലി ഇങ്ങനെ ഒരു നൂനും, നല്ല കോലുണ്ടാവുന്നതാണ്, കാണാൻ നല്ല തമാശ. ലന എന്ന് എഴുതുന്ന നൂന് മാതിരി അലി ഇങ്ങനെ എന്നാൽ ഇവിടെ ഒരു അലിഫ് ഞാനും ഇവിടെ ഉമറും ഉണ്ടാവും, അതിനിടയ്ക്ക് നൂനിന്റെ മാതിരി അലി ഉണ്ടാവും. അങ്ങനെ നിന്നപ്പോ ഈ തമാശ നമ്മളോടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ചമ്മിപ്പോവും. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചിരിച്ചുകൊണ്ട് അത് അംഗീകരിച്ചിട്ട് പറഞ്ഞു, ലൗല അന ലകുന്തുമാ ലാ, ഞാൻ എങ്ങാനും എൻ്റെ അടിയിലില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഉണ്ടാവൂല, മിണ്ടിയില്ല പിന്നെ ഉണ്ടാവും. അത് പറയണമെങ്കിൽ അപാരമായൊരു ബുദ്ധിശക്തി തന്നെ വേണം. എന്ന് പറഞ്ഞാൽ രണ്ടലിപ്പിങ്ങനെ ആ നൂനവിടെ അല്ലേ, നൂന്റെ പുള്ളിയുടെ പോലെ ലാന്നാവൂലേ, ലാറിന ഇല്ല എന്നല്ലേ, ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇല്ല, ഞാൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത്ര മനോഹരമായിട്ട് തിരിച്ചടിക്കാനുള്ള കെൽപ്പ് പടച്ചിറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ഗൗരവം എന്താ? ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽമിന്റെ ഒരു ആഴത്തിലുള്ള റുസൂഹാണ്. അത് വെറുതെ ഒരു തമാശയല്ല. ആ രീതിയിൽ നർമ്മത്തിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി കൃത്യമായി ഇടപെടാൻ കെൽപ്പുള്ളൊരു പണ്ഡിതൻ. അദ്ദേഹത്തോട് ആരെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ മനോഹരമായിട്ട് അതേക്കുറിച്ച് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് പള്ളി ദർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ശറഇന്റെ ഒരു ഇൽമിന്റെ അടിത്തറുണ്ട്. അത് നിങ്ങൾ ശരിക്കും പരിപോഷിപ്പിച്ചാൽ ദീൻ ഇവിടെ ഉണ്ടാവും. കേരളത്തിന്റെ മഹിമ തന്നെ ഈ ദർസി പാരമ്പര്യ. സമത്തയുടെ ആലിമീങ്ങളൊക്കെ ദർസ് പഠിച്ച ആൾക്കാരാ. നമ്മുടെ ഇന്ന് കാണുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവൻ ദർസിന്റെ സന്തതികളാ. ആ ദർസ് നിലനിർത്തിയാൽ ദീനുണ്ടാവൂല. പള്ളിയിൽ പോലും നിസ്കരിക്കാൻ ആള് വേണമെങ്കിൽ ദീൻ പഠിച്ച കുട്ടികൾ വേണ്ടേ? നമ്മുടെ നാട്ടിലൊന്ന് ഖുത്ബ ഓതണമെങ്കിൽ ഖത്തീബ് വേണ്ടേ? നമ്മുടെ നാട്ടിലൊരു വഅദ് പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കണമെങ്കിൽ അതിനെ പറ്റിയ ആള് വേണ്ടേ? നിങ്ങൾക്കൊരു മസല ഉണ്ടായി ചോദിക്കാൻ ആള് വേണ്ടേ? ആ രീതിയിൽ ഈ ഉമ്മത്തിന്റെ കർമ്മധർമ്മങ്ങളിൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ യോഗ്യരായ പണ്ഡിതന്മാർ വേണ്ടേ? ആ ഉലമാനെ സൃഷ്ടിക്കുന്ന കേന്ദ്ര ബിന്ദുവിന് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ദീനാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്.
അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പള്ളിക്ക് വേണ്ടി വലിയ സ്വത്ത് വഖഫ് ചെയ്ത് അതിൽ എഴുതി വെച്ചു, ഇത് ദർസിനാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ന് ദർസുകൾ പറ്റ മങ്ങിപ്പോയി. ദീനിന്റെ അസാസാകുന്ന പള്ളി ദർസുകൾ നോക്ക്. 100 കുട്ടികളുണ്ടായിരുന്ന പള്ളി ദർസിൽ 10 കുട്ടിയില്ല. ഇന്ന് ദർസ് പറ്റ ക്ഷയിച്ചു. എത്രയോ മുഅല്ലിമീങ്ങൾ, എത്രയോ മുദരിസിങ്ങൾ പണി നിർത്തിയ കാരണം ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ മുദരിസുമാരില്ലാത്തത് കൊണ്ട്, ആ പള്ളിയിൽ സൗകര്യമില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തതുകൊണ്ടല്ല. ഒറ്റ രക്ഷിതാക്കൾ കുട്ടികളെ ദർസ് അയക്കൂല. ദർസിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ അയച്ചെങ്കിലല്ലേ ഉണ്ടാവൂ. ഈ കുട്ടികൾ നിങ്ങളെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങളെ കുട്ടി നിങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് ദ്വാരക്കുന്നൊരു ദ്വാ അല്ലേ? നിങ്ങളെ കുട്ടിയെ ഡിഗ്രിയും PGയും PhDയും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? നേരെ മറിച്ച് നിങ്ങൾ ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, നിങ്ങളാ കുട്ടിയെ ഗവേഷക വിദ്യാർത്ഥിയാക്കിക്കോ, ദീൻ പഠിച്ചോട്ടെ കുറച്ച്. പണ്ട് കാലത്ത് ഒരേ കേന്ദ്രത്തിന് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ വന്നിരുന്നല്ലോ. മതബോധമുള്ള ഡോക്ടർ ആയിക്കോട്ടെ, മതബോധമുള്ള എഞ്ചിനീയർ ആയിക്കോട്ടെ. നിങ്ങളെ കുട്ടി മതരംഗത്ത് പ്രവർത്തിക്കുന്ന തരത്തിൽ പള്ളിത്തപ്പി നാട്ടുകാരായ കുട്ടികളൊക്കെ നമുക്ക് ശരിക്കും ദർസിലേക്ക് അയക്കാലോ. നാട്ടിലെ കുട്ടികൾ ഇപ്പൊ ഇനിതാ വരാൻ പോകുന്ന സ്കൂൾ പൂട്ടുന്ന സമയം വന്നാൽ, ഏപ്രിൽ മെയ് മാസം വന്നാൽ കുട്ടികൾക്ക് അവധിയാണ് 2 മാസം. ഇപ്പൊ സമത്വ കേരള ജമിയത്തിൽ നമ്മുടെ കീഴിൽ ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പുതിയ സിലബസ് വന്നു. അവധിക്കാല ദർസുകൾ. ഒന്നുമില്ലെങ്കിൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരം, ഹദ്ദാദ്, അവിടെയുള്ള ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുപ്രാർത്ഥന, അങ്ങനെ ദർസിൽ അവൻ ചൊല്ലുന്ന ബെയ്ത്ത് മുതൽ അവന്റെ തെർബിയത്തിന്റെ ഘടകങ്ങൾ, ഒരു ഇസ്ലാമിക കൾച്ചർ ഈ കുട്ടിക്ക് ശരിക്കും രൂപപ്പെട്ടു വരികയാണ്. അന്യ ആളുകൾക്കിടയിൽ ജീവിക്കുന്നതിനിടയ്ക്ക് വ്യതിരിക്തമായ സംസ്കാരം ഈ കുട്ടി പഠിക്കുകയാണ്. അതാണ് സംസ്കാരം. ആ സംസ്കാരം നശിക്കാൻ പാടില്ല. ആ സംസ്കാരം നശിച്ചാൽ പിന്നെ നമ്മുടെ ഉമ്മത്തിന്റെ അപകടം ചെറുതല്ല. ഇന്നിപ്പോ നമ്മുടെ യുവാക്കളൊക്കെ സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങി പിന്നെ പല മേഖലയിലേക്ക് പോകുന്നു. എങ്ങനെയാ തീവ്രവാദം തലയിൽ കയറുന്നത്? മദ്യം തലക്ക് പിടിക്കുന്ന പോലെ തന്നെ. മദ്യം ഒരു ലഹരിയാണ്. ആ ലഹരി പോലെ നമ്മുടെ കുട്ടികൾ ഈ തീവ്രവാദ ലഹരിയിലേക്കും കുറച്ചൊക്കെ പോകുന്നുണ്ടാവാം. ആരെങ്കിലും വഞ്ചിതരാകുന്നുണ്ടാവാം കൂടുതൽ പഠിക്കാത്തത് കൊണ്ട്. ലഹരി അങ്ങനെയാ. ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ താല്പര്യപ്പെട്ട് കഴിക്കുന്നൊന്നുമല്ല. ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് ആരെങ്കിലും ഒന്ന് കൊടുത്തിരിക്കും, അങ്ങനെ പിന്നെ അതിനടിപ്പെടും. അങ്ങനെ ഹംർ എന്ന് പറയുന്ന സാധനത്തിന്റെ പിന്നാലെ അവൻ പോകും. ഹമറ എന്ന അറബി പദത്തിന്റെ അർത്ഥം മറയിട്ടു എന്നാ. ഹംർ ബുദ്ധിക്ക് മറയിടുന്ന സാധനമാണ്. ബുദ്ധിക്ക് മറ വീണാൽ ഉമ്മയും പെങ്ങളും ഉണ്ടാവൂല. പിന്നെ അവൻ ഈ ഭൂമുഖത്ത് ചെയ്യുന്ന വൃത്തികേടിന് കയ്യും കണക്കുണ്ടാവില്ല. 8-ാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ മുസ്ലിം ശാസ്ത്രകാരൻ തന്റെ ഗവേഷണത്തിന്റെ മധ്യേ വാറ്റുവിദ്യ കണ്ടുപിടിച്ചു. വാറ്റിയപ്പോൾ അയാൾക്ക് പ്രത്യേകമായി ആൽക്കഹോൾ കിട്ടി. അയാൾ അതിന് പേരിട്ടു അൽ ഗൗൽ. അൽ ഗൗൽ എന്നാണ് പേരിട്ടത്, ആൽക്കഹോൾ. ഈ അൽ ഗൗൽ എന്ന് പറയുന്ന ആൽക്കഹോളാണ് സകല മയക്കുമരുന്നിന്റെയും അടിത്തറയിൽ പ്രധാനം. കള്ളിന്റെ അടിത്തറ ആൽക്കഹോളാ. അൽ ഗൗൽ എന്ന അറബി പദത്തിന്റെ നേരെ അർത്ഥം പ്രേതം, പിശാച്ച് എന്നാ. അവ മദ്യത്തിന്റെ അടിത്തറ ആൽക്കഹോൾ ആണെങ്കിൽ അൽ ഗൗൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം പിശാച്ച് എന്നും പ്രേതെന്നുമാണ്. ആ പേരാണ് ഇയാൾ ഇതിന് കൊടുത്തത്. മദ്യം പിടിച്ചാൽ പിന്നെ പിശാച്ച് പിടിച്ച പോലെ ഉണ്ടാവും, പ്രേതം കൂടിയ പോലെ ഉണ്ടാവും, പിന്നെ വിടൂല. അതുകൊണ്ട് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ താല്പര്യമുള്ള ചെറുപ്പക്കാർ എങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചിട്ട് തിരിച്ചു പോകണം. മുസ്ലിം ചെറുപ്പക്കാർ എത്ര മദ്യത്തിന് അടിമകളാ. ബാറിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിം ചെറുപ്പക്കാരെ കാണാമല്ലോ. സ്വകാര്യമായി വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്നവരുണ്ട്, ബാറുകളിൽ രഹസ്യമായി ചെന്നെത്തിപ്പെടുന്നവരുണ്ട്, മയക്കുമരുന്ന് കുടിക്കുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്, വലിക്കുന്നവരുണ്ട്. എന്തത്ഭുതം! ഇന്നലെ എടവണ്ണപ്പാറ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഗ്രാമപ്രദേശത്തെ സ്കൂൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് 1 കിലോ ഗഞ്ചാവ പോലീസ് പിടിച്ചത്. ഇന്ന് മലപ്പുറത്തെ പത്രത്തിൽ പ്രധാന വാർത്തയാണത്. മുസ്ലിം കുട്ടിയുടെ കയ്യിൽ നിന്ന് 1 കിലോ ഗഞ്ചാവ് സ്കൂൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാനാണ്. സ്കൂളിലെ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഏജന്റ് ഏൽപ്പിച്ചത്, എന്നോ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം നിങ്ങൾ, നമ്മുടെ മക്കൾ എവിടെ എത്തി, നമ്മുടെ സമൂഹം എവിടെ എത്തി? ലഹരിയെക്കുറിച്ച് ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചു, അതുപോലെ തന്നെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു, അതുപോലെ തന്നെ ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ മുത്തഅല്ലിമീങ്ങൾ അങ്ങനെയുള്ള സമൂഹ ഇടപെടൽ നടത്തുമ്പോൾ അതിനൊരു അസറുണ്ടാവും. അവർ നടത്തുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവും. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിപ്പെടാതിരിക്കാൻ നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിപ്പെട്ടാൽ പിന്നെ കുടുംബത്തിന് അവനെ തിരിച്ചു കിട്ടൂല. കുടുംബത്തിന് തിരിച്ചു കിട്ടൂല. ലഹരിയിലൂടെ, മയക്കുമരുന്നിലൂടെ അവൻ എവിടെയോ പോയി അപകടപ്പെടും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇത്രമാത്രം ഗൗരവത്തിൽ കണ്ടൊരു സംഗതി വേറില്ല. അതിനുവേണ്ടി സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ശപിച്ചു എന്ന പദമാണ് പരിശുദ്ധ ദീൻ ഉപയോഗിച്ചിട്ടുള്ളത്. നാളെ അവൻ പരലോകത്ത് വരുന്ന സമയത്ത് അവന്റെ ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ദീൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്നവനായി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്നിങ്ങനെ ചിന്തിക്കണം. ഓഫലത്തിലാവല്ലേ, നമ്മൾ അശ്രദ്ധരാവല്ലേ, അവിടെ കുഴപ്പം.
ഈ സമൂഹം ശരിക്കും നമ്മൾ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, പള്ളി ദർസിൽ പോയിരുന്നുവെങ്കിൽ, ആ മനുഷ്യൻ ശരിക്കും അവൻ ഓഫിലാകൂല, അവൻ അന്തം വിടൂല. ഉറപ്പാ. ഓഫലത്തില്ലാത്ത, അന്തം വിടാത്തൊരു സമൂഹമായി നമ്മൾ മാറും. ഈ മനുഷ്യൻ ശരിക്കും ആ രീതിയിൽ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം. എന്തിന് പടച്ച റബ്ബ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു? അള്ളാഹു വെറുതെ അയച്ചതല്ല. റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഇങ്ങോട്ട് അയച്ചപ്പോൾ നമ്മളെ കൊണ്ടൊരു വലിയ ദൗത്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അവൻ അവന്റെ പ്രതിനിധിയായി, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധികളായി ഭൂമിയിൽ വന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ആ പ്രാതിനിധ്യം ഭൂമുഖത്ത് നിർവഹിക്കേണ്ട മനുഷ്യൻ അവിടെ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വൃത്തികേടിലേക്ക് പോയാലോ, അവൻ വൃത്തികെട്ട മാർഗത്തിലേക്ക് സഞ്ചരിച്ചു പോയാലോ, ചിന്തിക്കണം നിങ്ങൾ. ഈ ജനസമൂഹം എന്താണ് പറഞ്ഞ വാക്കൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ. ആ ഒരൊറ്റ വാചകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജനസമൂഹം എങ്ങാനും കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ശരിക്കും കൃത്യമായി ബോധിച്ചിരുന്നുവെങ്കിൽ, ലിമാ ഹുലിക്കു, എന്തിനാ നിങ്ങൾ പടക്കപ്പെട്ടത്, എന്തിനാണ് നമ്മളെ പടച്ചറബ് പടച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ലമാ ഓഫലു, നമുക്ക് അശ്രദ്ധ ഉണ്ടാകൂല, വനാമു, നമുക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. നാളെ പരലോകത്ത് മനുഷ്യനെ പടച്ചറബ് ഒരുമിച്ച് കൂട്ടിയിട്ട് അവന്റെ വിചാരണ ചെയ്യുന്നതിന്റെ രൂപം പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. ഏത് മനുഷ്യരിൽ ഓരോരുത്തർക്കും അവനെ തന്നെ വ്യാപൃതനാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന്. ആ പ്രവർത്തനത്തിന്റെ നൈരന്തര്യത്തിൽ അവൻ എല്ലാം മറന്നുപോകും. നഗ്നപാദരഥമില്ലാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവൻ പോലും അന്യന്റെ ജനനേന്ദ്രിയത്തിൽ നോക്കാൻ പോലും അവന് സമയം കിട്ടാത്ത വിധം അശ്രദ്ധനായി മാറുമെന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. എന്ത് ഗൗരവമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണേ. അതാണ് പറഞ്ഞത്, ഈ ജനങ്ങൾ അവരെന്തിനാണ് ലിമാ ഹുലിക്കു സൃഷ്ടിക്കപ്പെടുന്ന അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു നിലക്കും അവർ ഉറങ്ങൂല, അവനൊരിക്കലും ഉറക്കമുണ്ടാവില്ല, അവനൊരിക്കലും ഉറക്കമില്ലാത്തവനാകും. അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്ന ദിവസമുണ്ടെന്ന ബോധം, ആ ബോധമാണ് പള്ളി ദർസ് കൊടുക്കുന്നത്. പരലോകത്തേക്കുള്ള വിഭവമാണ് പള്ളി ദർസ് ഉണ്ടാക്കുന്നത്. ഇൽമു പഠിച്ച കുട്ടിക്ക് എവിടെയും പരാജയം ഉണ്ടാവില്ലല്ലോ. അവന്റെ സംസ്കാരമാണ് ലോകത്തിന്റെ സംസ്കാരം. അവന്റെ തലപ്പാവും അവന്റെ വേഷവും അവന്റെ രീതിയും ഈ ലോകത്തിന് സംസ്കാരം പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നബിയെ പോലെ സംസ്കാരമുള്ള ആരാ ലോകത്തുണ്ടായിട്ടുള്ളത്? അത്ര വലിയ സാംസ്കാരിക വിപ്ലവം ലോകത്ത് തീർത്ത മഹാനാരാണ്ടായിട്ടുള്ളത്? കൾച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ഈ സമൂഹത്തിന് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു സദസ്സിൽ എങ്ങനെ ഇരിക്കണം നബി തങ്ങൾ പഠിപ്പിച്ചു. ലോകത്ത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചോ? എങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഒരു സദസ്സിലേക്ക് എങ്ങനെ കടന്നു ചെല്ലണമെന്ന് പഠിപ്പിച്ചില്ലേ? ഒരാൾ സദസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവനെ സൽക്കരിക്കേണ്ടത്? തസഹ്സഹ എന്ന രീതിയിൽ പണം നീ കൊടുത്തവനെ പരിഗണിക്കണ്ടേ? മനുഷ്യർ നമ്മുടെ ബന്ധത്തെ കുറിച്ച് എത്ര ഗൗരവത്തിലാണ് പറഞ്ഞത്. രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കൈയൊന്ന് പിടിച്ചാൽ മതി, തഹാത്തത മിൻഹു ഖതായ, അവരുടെ ദോഷങ്ങൾ അങ്ങ് പൊഴിഞ്ഞു വീടും. എങ്ങനെ കമായ തഹാത്തല വറക്കു മിന ശജർ. രണ്ട് മുസ്ലിമീങ്ങൾ മുസാഫത്ത് ചെയ്താൽ ദോഷം പുറത്തു പോകുന്ന പറയുന്നു. മാനുഷിക ബന്ധങ്ങൾ ഇത്രമേൽ ഉദാത്തമാക്കി ഊട്ടി ഉറപ്പിച്ച ഒരു സാംസ്കാരിക വൈഭവം കാണിച്ച മതം ഏതാണത്? ആ മതത്തിന്റെ മക്കളെയാണെന്ന് തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്നത്. കടമയില്ലേ നമുക്ക് തിരുത്താൻ? ബാധ്യതയില്ലേ നമുക്ക് സമൂഹത്തോട് പറയാൻ? ആ കടമയും ബാധ്യതയും ഈ സമൂഹത്തോട് പറഞ്ഞ് നിർവഹിച്ച് ബോധിപ്പിക്കേണ്ട കടമയാണ് നമുക്കുള്ളത്. ഞാൻ ദീർഘിപ്പില്ല, ഞാൻ അവസാനിപ്പിക്കാം. 11 മണിക്കാണ് അവസാനിപ്പിക്കുക. ബാക്കി പ്രസംഗിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി പ്രസംഗിക്കണം. ഇന്നലെ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. നമ്മുടെ സാംസ്കാരികതയുടെ പ്രൗഢി എന്ന് പറയുന്നത് ഇസ്ലാം നമ്മുടെ കയ്യിലുള്ളപ്പോഴാ. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായി സംസ്കൃതിയുള്ള സമൂഹത്തെ വാർത്തെടുത്തപ്പോൾ വന്ന മാറ്റം. കൊലവിളി നടത്തിയിരുന്നൊരു സമൂഹം പിന്നെ എത്രത്തോളം ബന്ധിതരായി. രണാങ്കണത്തിൽ കിടക്കുന്ന മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുന്ന വെള്ളം പോലും ദാനം ചെയ്യാൻ അവന്റെ മനസ്സ് വളരെയധികം ഔന്നത്യമുള്ളതായി എന്ന് മാത്രമല്ല, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവർ യോദ്ധാക്കളായി സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും മാന്യത കൈവടിയുന്നൊരു പ്രവർത്തനം അവരെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല. മാന്യമായ പ്രവർത്തനം, സാംസ്കാരിക പ്രൗഢി മാത്രം.
ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വരുന്നു, മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നു. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ തന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഖാലിദേ, ഇന്നാ ഖൗമുൻ അഅ്സനല്ലാഹു തആല ബിൽ ഇസ്ലാം. ഖാലിദേ, നമ്മുടെ ഇസ്സത്ത് പടച്ച റബ്ബ് തന്നിട്ടുള്ളത് ഇസ്ലാം കൊണ്ടാണ്. നമ്മളാകുന്ന ജനതയുടെ ഇസ്സത്ത് ഇസ്ലാമിക സംസ്കാരമാണ്. മഹ്മബ്തഅനൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹ്. മഹ്മബ്തഅനൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹ്. ഇസ്ലാം കൊണ്ടല്ലാതെ എപ്പോഴെങ്കിലും നമ്മുടെ ഇസ്സത്ത് കൊതിച്ചാൽ പടച്ച റബ്ബ് നമ്മളെ ഒന്നുമല്ലാതാക്കും. ഖാലിദേ, നമ്മൾ ജയിച്ചത് ഇസ്ലാമിന്റെ സംസ്കാരം കൊണ്ടാണ്. ഈ സംസ്കാരം പൊളിച്ചെഴുതപ്പെട്ടാൽ, സംസ്കാരം തകർന്നാൽ നിങ്ങളെ വിഷയം പോലെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ തങ്ങൾ പറയാണ്, ഖാലിദേ, നിന്റെ വാളിന്റെ ശക്തി കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. ഖാലിദേ, നിന്റെ കരുത്ത് കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. നമ്മൾ ഇവിടെ എത്തിയത് അള്ളാഹു നമ്മളെ ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചത് കൊണ്ടാ. നിന്റെ വിജയം, നമ്മുടെ ഉയർച്ച ഇത് മുഴുവൻ ഇസ്ലാമിന്റെ സംസ്കാരമുള്ളത് കൊണ്ടാ. ദീന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉയരും, ദീനെങ്ങാനും തകർന്നാൽ നമ്മൾ തളരും എന്നാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ തങ്ങൾ പഠിപ്പിച്ചത്. ആ വാക്ക് ഖാലിദിന്റെ മനസ്സിൽ വരുത്തിയ മാറ്റത്തിന്റെ മാറ്റൊലി ചെറുതല്ല. മരിക്കുന്ന സമയത്ത് പോലും ഖാലിദ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു തആല മരിക്കാൻ കിടക്കുമ്പോൾ കാണാൻ ചെന്ന ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധപ്പെട്ടവർ. അവർ പറഞ്ഞു, ഖാലിദേ, എന്തൊരു നല്ല മനുഷ്യനാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എത്ര പൊരുതി. നിങ്ങൾക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കൂട്ടുകാരായി സ്വർഗവാസികളല്ലേ ഉള്ളത്. ആ സമയത്ത് ഖാലിദ് പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല എഴുന്നേറ്റിരുന്നു. ഖാലിദേ, നിങ്ങൾ എന്തിനാ കരയുന്നത്? 100 കണക്കിന് യുദ്ധങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തുകൊണ്ട് പടപൊരുതി വിജയിപ്പിച്ച് ദീനെ ഉയർത്തിയ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഖാലിദ് റളിയല്ലാഹു തആല തന്റെ ദേഹത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വമാ ഫീ ജസദി മൗളിഉൻ ഇല്ലാ വഫീഹി തുഅനതു റംഹിൻ ഔ റംയതു സൈഫിൻ ഔ റംയതു സഹ്മിൻ ഔ ലർബതു സൈഫ്. വമാ ഫീ ജസദി മൗളിഉൻ, എന്റെ ദേഹത്തൊരിഞ്ച് സ്ഥലം നിങ്ങൾ കാണിച്ചു തരില്ല. ഇല്ലാ വഫീഹി തുഅനതു റംഹിൻ, ഒന്നുകിൽ കുന്തത്തിന്റെ കുത്തില്ലാത്ത, ഔ ലർബതു സൈഫിനെ വാളിന്റെ വെട്ടില്ലാത്ത, ഔ റംയതു സഹ്മിൻ, അല്ലെങ്കിൽ അമ്പിന്റെ ഒരു വേദന ഇല്ലാത്ത, അമ്പ് തറച്ചതോ വാളുകൊണ്ട് വെട്ടിയതോ കുന്തം കൊണ്ട് കുത്തിയതോ ആയ ഒരു മുറിപ്പാടില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം എന്റെ ദേഹത്ത് എവിടെയും ഇല്ല കൂട്ടരെ. എന്നിട്ട് ഖാലിദ് പൊട്ടിക്കരഞ്ഞു. പിന്നെ എന്തിനാ ഞാൻ കരഞ്ഞതല്ലേ? വലാകിൻ അമൂതു ഫീ ഫിറാശി കമാ യമൂതുൽ ബഈർ. ഞാൻ എൻ്റെ ഈ വിരിപ്പിൽ കിടന്നുകൊണ്ട് ഒട്ടകം മരിക്കും പോലെ മരിക്കേണ്ടി വന്നല്ലോ. പടച്ചവനെ, നീ എന്തുകൊണ്ട് എന്നെ പടക്കളത്തിൽ ഷഹീദാക്കിയില്ല? ഖാലിദിന്റെ തർക്കം അതാണ്. അദ്ദേഹം ഒരു ഒട്ടകം മരിക്കും പോലെ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മരിക്കേണ്ടി വന്നല്ലോ തമ്പുരാനെ, എന്തുകൊണ്ട് നീ എന്നെ പടക്കളത്തിൽ മരിപ്പിച്ചില്ല റബ്ബേ? ആ ഷഹീദിന്റെ കൂലി എനിക്ക് കിട്ടുമോ എന്ന ചോദ്യമാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബ് വലിയ പ്രതിഫലം കൊടുക്കും, തർക്കമില്ല. എന്നിട്ടും ഖാലിദ് തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. എന്റെ ലക്ഷ്യം പിഴച്ചു പോയോ എന്ന് ഖാലിദ് തങ്ങൾ പേടിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുകയില്ലേ? നമുക്ക് അങ്ങനെ വല്ല ആശങ്കയുണ്ടോ? ഒരു സംസ്കാരത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഖാലിദിന്റെ വാക്കാണത്. അങ്ങനെ 100 കണക്കിന് പേർ ജീവൻ കൊടുത്തുകൊണ്ട് തിന്മകൾക്കെതിരെ വിജയിപ്പിച്ചെടുത്ത പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ മന്ത്രിച്ച തേൻ ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും നൽകി നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് സംഘാടകർ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇവിടെ നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട്ടെ തങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരു സാധനം അദ്ദേഹത്തിന്റെ മുബാറക്കായ കൈകൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹീതമായ അവസ്ഥയാണ്. കാരണം മഹാന്മാരുമായുള്ളൊരു ബന്ധം അങ്ങനെയാണ്. വലിയ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെ, നല്ല മനുഷ്യന്മാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടു നോക്ക്. നല്ലവരുമായി ബന്ധപ്പെട്ട തങ്ങന്മാര്, സയ്യിദന്മാര്, ഔലിയാ പോലുള്ള ആൾക്കാർ, അത്തരം ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ വല്ലാത്തൊരു ബർക്കത്തുണ്ട്. ഒന്നും വേണ്ട, അവരുമായിട്ടൊരു മാനസികമായി അടുപ്പുണ്ടായ മതി. അതാണ് കൂനുമായ സ്വാധീനം പറഞ്ഞ എത്രയോ ഉദാഹരണമുണ്ട്. ഞാൻ ഈജിപ്തിൽ പോകുമ്പോൾ രസകരമായ ഒരു സംഭവം കണ്ടു. അവിടെ ഏറ്റവും സ്വാഹിബുൽ ഹിക്കം എന്ന് പറയുന്ന ഹിക്കമിന്റെ കർത്താവ്, ലോക പ്രശസ്തനായ സൂഫി വര്യൻ ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ദർഗയുണ്ട്. ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ദർഗയിലേക്ക് കയറുമ്പോൾ അതിന്റെ സമീപത്ത് തന്നെ വേറൊരു ഖബറുണ്ട്. മഹാനായ സൂഫി വര്യൻ കമാലുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു. ഈ കമാലുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അവിടെ വന്നതിനെ കുറിച്ച് ഒരു ബോർഡ് മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഖബറിൽ. കമാലുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു എങ്ങനെ അവിടെ തന്നെ വന്നു എന്ന്. ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുമായിട്ട് അത്രയല്ല ബന്ധമുള്ള തസൗഫിന്റെ അഗ്രേസനായ ഹിക്കമിന്റെ കർത്താവിന്റെ ഒരു ശിഷ്യനെ പോലെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹത്തിന്റെ തർബിയത്ത് നേടിയ മഹാൻ ഒരു ദിവസം, ആ മഹാൻ മരണപ്പെട്ട ശേഷം, ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങൾ മരിച്ചതിന്റെ ശേഷം
ആ കബറിങ്ങൽ വന്നുകൊണ്ട് കബറിന്റെ സമീപത്തിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ സൂറത്ത് ഹൂദാണ് അദ്ദേഹം ഓതുന്നത്. ആ സൂറത്ത് ഹൂദ് ഇങ്ങനെ ഓതിയിട്ട് നാളെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എങ്ങനെ പറയാ, ആ ആയത്ത് ഇങ്ങനെ ഓതി വന്ന് 105-ാമത്തെ ആയത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം മഅ്ശറ വൻസഭയിൽ നമ്മളൊക്കെ എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് ഫമിൻഹും ശഖിയ്യും വസഈദ്, ഫമിൻഹും ശഖിയ്യും വസഈദ്. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന കൂട്ടത്തിൽ ശഖിയ്യുമുണ്ട്, സഈദുമുണ്ട്, സൗഭാഗ്യവാനുമുണ്ട്, നിർഭാഗ്യവാനുമുണ്ട് എന്ന ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ ആയത്ത് ഇങ്ങനെ ഓതുന്ന സന്ദർഭത്തിൽ ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ അദ്ദേഹം സാധാരണ മക്ബറിൽ ഇരുന്നു കൊണ്ട് ബർക്കത്തിന് ഖുർആൻ ഓതുമല്ലോ. ഇബ്നു അതാഉല്ലാഹ് സിക്കന്ദരി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് കമാലുൽ ഹുമാം റളിയല്ലാഹു തആല ഓതി ഫമിൻഹും ശഖിയ്യും വസഈദ്. ഈ ആയത്ത് അങ്ങ് ഓതിയപ്പോൾ ഫഅജാബഹു ഇബ്നു അതാഉല്ലാഹ്, ഇബ്നു അതാഉല്ലാഹ് എന്ന് പറയുന്ന മരിച്ചുപോയ മഹാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി. ബിസൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദത്തിൽ. ഖബർ എന്നാണ് പറയുന്നത്, പിറുപിറുക്കലല്ല. അവിടെ എഴുതി വെച്ച വാചകം ബിസൗത്തിൻ ആലിൻ. ചരിത്രം പരിശോധിച്ചപ്പോൾ അങ്ങനെ തന്നെ ചരിത്രത്തിൽ കാണുകയും ചെയ്തു. ഉയർന്ന ശബ്ദത്തിൽ കമാലിനോട് ബഹുമാനപ്പെട്ട ഇബ്നു അതാഉല്ലാഹ് തങ്ങൾ വിളിച്ചു പറയും, യാ കമാൽ, യാ കമാൽ, ലൈസ ഫീനാ ശഖിയ്യുൻ. കമാലെ, നമ്മളെ കൂട്ടത്തിൽ പരാജിതർ ഇല്ല കേട്ടോ. എന്നെ പേടിച്ചവർ ആരും പേടിക്കേണ്ട. മഹാനായ ഔസുൽ അലമിന്റെ വാചകമാണ്. മറ്റൊരിക്കൽ പറഞ്ഞില്ലേ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. യാ കമാൽ ലൈസ ഫീനാ ശഖിയ്യുൻ, നമ്മളെ കൂടെ കൂടിയവരുടെ കൂട്ടത്തിൽ പരാജിതർ ഇല്ല കേട്ടോ. ഈ അശരീരി കബർന്ന് ശരിക്കും ബി സൗത്തിൻ ആലിൻ ഉറച്ച ശബ്ദത്തിൽ കേട്ടപ്പോൾ ഫഔസാ അൻ യുദ്ഫന ഫീ ജിവാരിഹി, എന്നെ ഇവിടെ തന്നെ മറമാടണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തു. അങ്ങനെയാണ് ഇബ്നു അത്താഉല്ലയുടെ ഖബറിന്റെ സമീപത്ത് കമാലുൽ ഹുമാം റളിയല്ലാഹു തആല ഖബർ തൊട്ടപ്പുറത്ത് വന്നത്. താരീഖിൽ കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, പുരോഗമനവാദികൾ ഏറി വരുന്ന ഈജിപ്തിൽ ഇന്നും മിസ്റിൽ ആ മക്ബറിൽ അത് എഴുതി വെച്ച് ഫ്രെയിം ചെയ്ത് തൂക്കി കഴിഞ്ഞിരിക്കുന്നു. നോക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞ എന്തിനാ, നല്ലവരെ കൂടെ കൂടിയാൽ മെച്ചം കിട്ടും. തങ്ങൾ മന്ത്രിച്ചൂതിയ സാധനം തിന്നാൻ മെച്ചുണ്ടാവും, നല്ലൊരു പേരിൽ ഫാത്തിയൂതിയ മെച്ചുണ്ടാവും. കൂനുമായ സ്വാധീനാണ്. അള്ളാഹു ആ ബർക്കത്തോടുകൂടി വാങ്ങാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ശരിക്കും ചിന്തിക്കണം. നല്ലവരുടെ കൂടെ പള്ളി ദർശനം നല്ലൊരു സംഗതി, അതിനോട് കൂടെ കൂടുമ്പോൾ ഒരു ബർക്കത്തുണ്ടാവും. നന്മയുടെ കൂടെ കൂടിച്ചേരുമ്പോൾ ബറക്കത്ത് കിട്ടും. ആ ബറക്കത്താണ് നമുക്ക് നേടേണ്ടത്. സമയം വല്ലാതെ നീണ്ടുപോയി, 11 മണിയോടെയായി. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഈ പള്ളി ദർസിലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നായകത്വത്തിൽ പ്രിയപ്പെട്ട കുട്ടികൾ ചെയ്തിട്ടുണ്ട്. എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്, യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക സംഭവം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തയമ്മും പോലെയുള്ള മയ്യത്ത് പരിപാലനം പോലെയുള്ള കാര്യം പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവർ. നോക്ക് നിങ്ങൾ, ഈ നാടിൽ ദീനിന്റെ ചൈതന്യം നിലനിർത്താൻ ആവശ്യമായതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ പരിപോഷിപ്പിക്കൽ നമ്മുടെ കടമയാണ്. അള്ളാഹു ആ ദർസിനെ പരിപോഷിപ്പിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. ഇന്ന് ഹൃദയനിർഭരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലളിതമായ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഇത്രയും ദിവസം നടന്ന ഈ പരിപാടികളൊക്കെ ഭംഗിയാക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സഹകരിച്ചവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യേണ്ട കടമയുണ്ട്. ആ കടമ കൂടി നിർവഹിച്ചിട്ട് നിങ്ങൾ പിരിയാവൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.